ഹായ് ഹലോ മക്കളെ. സോ നമുക്ക് ഇന്ന് ഓപ്പറേഷൻ മാനേജ്മെന്റിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക് ആയിട്ടുള്ള ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഒന്ന് പഠിക്കാം. സോ ഡിമാൻഡ് ഫോർകാസ്റ്റിനെ കുറിച്ച് പറയുമ്പോഴേ എല്ലാ അറ്റംപ്റ്റിനും നോർമലി 7 മാർക്ക് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഏതെന്ന് പറയുന്നത് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കുക, പഠിക്കുക. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ശരിക്കും എന്താണ് ഈ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ? അല്ലേ, നമ്മൾ ഫ്യൂച്ചറിലെ ഡിമാൻഡിനെ അല്ലെങ്കിൽ ഫ്യൂച്ചറിലെ സെയിൽസിന് എന്ത് ചെയ്യുക, ഫോർകാസ്റ്റ് ചെയ്യുക. സോ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് നമ്മൾ സെയിൽസ് ഫോർകാസ്റ്റിംഗ് എന്നും പറയും കേട്ടോ. അപ്പൊ എന്താണ് സിമ്പിൾ ആയിട്ട് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് അല്ലെങ്കിൽ സെയിൽസ് ഫോർകാസ്റ്റിംഗ്? ഫ്യൂച്ചറിലെ ഡിമാൻഡിനെ അല്ലെങ്കിൽ സെയിൽസിനെ നമ്മൾ എന്ത് ചെയ്യുക മക്കളെ? സിമ്പിൾ ആയിട്ട് ഫോർകാസ്റ്റിംഗ് നടത്തുക. സോ ഇങ്ങനെ ഫോർകാസ്റ്റിംഗ് നടത്താൻ വേണ്ടിയിട്ട്, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ പ്രധാനമായിട്ടും 2 സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ആണ് യൂസ് ചെയ്യുക. ഫസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ ആണ് റിഗ്രഷൻ അനാലിസിസ്, സെക്കൻഡ് ടൂൾ ആണ് ടൈം സീരീസ് അനാലിസിസ്. സോ നമുക്ക് രണ്ടും പഠിക്കാനുണ്ട്, പറയാം. സോ ഫസ്റ്റ് ടൂൾ ഏതാ മക്കളെ? റിഗ്രഷൻ അനാലിസിസ്. സെക്കൻഡ് ഏതാണ്? ടൈം സീരീസ് അനാലിസിസ്. സോ ഫസ്റ്റ് നമുക്ക് റിഗ്രഷൻ അനാലിസിസ് നോക്കാം. സോ ഈ റിഗ്രഷൻ അനാലിസിസ് പറയുമ്പോഴേ നമുക്ക് ആകെ സിംഗിൾ ലീനിയർ റിഗ്രഷൻ മാത്രമേ പഠിക്കാനുള്ളൂ കേട്ടോ. ശരിക്കും റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ സിംഗിൾ ലീനിയർ റിഗ്രഷൻ ഉണ്ട്, മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ ഉണ്ട്. എന്താണ് സിംഗിൾ ലീനിയർ റിഗ്രഷൻ, എന്താണ് മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ എന്നൊക്കെ പറയാവേ. ഇപ്പോ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക, നമ്മുടെ ഇന്റർണൽ സിലബസിൽ ആരെ മാത്രമേ പഠിക്കാനുള്ളൂ? സിംഗിൾ ലീനിയർ റിഗ്രഷൻ മാത്രമേ പഠിക്കാനുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് ഫൈനലാണ് വരുന്നത്. അതേപോലെ തന്നെ ടൈം സീരീസ് അനാലിസിസിൽ നമുക്ക് സെക്കുലർ ട്രെൻഡിനെ മാത്രമേ മെഷർ ചെയ്യാനുള്ളൂ. ഓക്കെ, സോ ടൈം സീരീസ് അനാലിസിസ് തന്നെ പല ട്രെൻഡുകൾ ഉണ്ട് കേട്ടോ. കോമ്പണൻസ് ഓഫ് ടൈം സീരീസ് എന്ന് പറയും. നമുക്ക് സെക്കുലർ ട്രെൻഡ് ഉണ്ട്, സീസണൽ ട്രെൻഡ് ഉണ്ട്, സൈക്ലിക്കൽ ട്രെൻഡ് ഉണ്ട്, ഇറഗുലർ ട്രെൻഡ് ഉണ്ട്. അതിലെ സെക്കുലർ ട്രെൻഡ് മാത്രമേ ഇവിടെ നമുക്ക് മെഷർ ചെയ്യാനുള്ളൂ. മാത്രമല്ല ഈ സെക്കുലർ ട്രെൻഡ് തന്നെ മെഷർ ചെയ്യാൻ പല മെത്തേഡ്സ് ഉണ്ട്. നമുക്ക് ഫ്രീ ഹാൻഡ് മെത്തേഡ് ഉണ്ട്, സെമി ആവറേജ് മെത്തേഡ് ഉണ്ട്, മൂവിങ് ആവറേജ് മെത്തേഡ് ഉണ്ട്, വെയ്റ്റഡ് മൂവിങ് ആവറേജ് മെത്തേഡ് ഉണ്ട്. ദെൻ ലാസ്റ്റ് വെരി ഇമ്പോർട്ടന്റ് മെത്തേഡ് ആയിട്ടുള്ള മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ ഉണ്ട്. സോ നമുക്ക് നമ്മുടെ ഇന്റർണൽ സിലബസിൽ ആരെ മാത്രമേ പഠിക്കാനുള്ളൂ? മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ. ബാക്കിയൊക്കെ നമുക്ക് ഫൈനലും ഉണ്ട് കേട്ടോ, മനസ്സിലാക്കി വെക്കാം. സോ ഫസ്റ്റ് നമുക്ക് ഏത് നോക്കാം? റിഗ്രഷൻ അനാലിസിസ് നോക്കാം. സോ റിഗ്രഷൻ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, വീണ്ടും പറയുന്നു, ഏത് റിഗ്രഷൻ മാത്രമേ പഠിക്കാനുള്ളൂ? സിംഗിൾ ലീനിയർ റിഗ്രഷൻ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. സിംഗിൾ ലീനിയർ റിഗ്രഷൻ. അപ്പൊ എന്താണ് സാർ സിംഗിൾ ലീനിയർ റിഗ്രഷൻ? ഒന്നുമില്ല. സിംഗിൾ ലീനിയർ റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സിമ്പിൾ ആയിട്ട് y ഓൺ എക്സ് എന്ന് പറയും. എന്താ പറയാ? y ഓൺ എക്സ്. അപ്പൊ എന്താണ് ഈ y ഓൺ എക്സ് എന്ന് പറഞ്ഞാൽ? y ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നു? എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതാണ് മീനിങ്. y ഓൺ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? y എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. y ആണല്ലോ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ y യെ നമ്മൾ ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് വിളിക്കും, എക്സിനെ നമ്മൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് വിളിക്കും. മനസ്സിലാക്കണേ. സോ y ഓൺ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? y എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതുകൊണ്ട് y ഡിപ്പെൻഡന്റ് വേരിയബിളും എക്സ് ആരാണ്? ഇൻഡിപെൻഡന്റ് വേരിയബിളും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കുട്ടിയുടെ മാർക്ക്, ഓക്കെ, ഒരു കുട്ടിയുടെ മാർക്ക് ആ കുട്ടി എത്ര ഹവേഴ്സ് സ്റ്റഡി ചെയ്തു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു വിചാരിക്കുക. ഓക്കെ, അപ്പോ മാർക്കാണ് അവിടെ ഡിപ്പെൻഡന്റ് വേരിയബിൾ y എന്ന് പറയുന്നത്. ഹവേഴ്സ് സ്റ്റഡീഡ് ആണ് അവിടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ, അല്ലെങ്കിൽ ആരെന്ന് പറഞ്ഞത്? എക്സ് എന്ന് പറയുന്നത്. മനസ്സിലാക്കി വെക്കുക. ഇതാണ് സിമ്പിൾ ആയിട്ട് എന്ത്? y ഓൺ എക്സ്. സോ സിംഗിൾ ലീനിയർ റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണേ, സിംഗിൾ ലീനിയർ റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ y-നെ എഫക്ട് ചെയ്യുന്ന ഒരൊറ്റ ഇൻഡിപെൻഡന്റ് വേരിയബിൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് ആരെന്ന് പറയുന്നത്? എക്സ് എന്ന് പറയുന്നത്. സിംഗിൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് അതിന് സിംഗിൾ ലീനിയർ റിഗ്രഷൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ മാർക്സിനെ എഫക്ട് ചെയ്യുന്ന ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആരാണ്? ഹവേഴ്സ് സ്റ്റഡീഡ് ആണ്. ഒരൊറ്റ ഇൻഡിപെൻഡന്റ് വേരിയബിൾ മാത്രമേ ഉള്ളൂ, ഹവേഴ്സ് സ്റ്റഡീഡ്. അതുകൊണ്ട് അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത് മക്കളെ? സിംഗിൾ ലീനിയർ റിഗ്രഷൻ എന്ന് വിളിക്കുന്നത്. ഇനി മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ ഒന്നുമില്ല. ഇപ്പോ y-നെ എഫക്ട് ചെയ്യുന്ന ഒന്നിൽ കൂടുതൽ, ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ y-നെ എഫക്ട് ചെയ്യുന്ന x1ഉം x2 ഉണ്ട് വിചാരിക്കുക. അതായത് y-നെ എഫക്ട് ചെയ്യുന്ന 2 ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ട്, x1ഉം ഉണ്ട് x2 ഉണ്ട് വിചാരിക്കുക. ഓക്കെ, x1ഉം ഉണ്ട് x2 ഉണ്ട്, 2 ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ട്. അത് നമ്മൾ എന്ത് വിളിക്കുക? മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ എന്ന് വിളിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സെയിം എക്സാമ്പിൾ തന്നെ, മാർക്കിനെ എഫക്ട് ചെയ്യുന്നത് ഫസ്റ്റ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആരായിരുന്നു? ഹവേഴ്സ് സ്റ്റഡീഡ് ആയിരുന്നു. ദെൻ വേറെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ നമുക്ക് എന്ത് പറയാം? ആ കുട്ടി എത്ര ക്ലാസ് അല്ലെങ്കിൽ എത്ര ഹവേഴ്സ് ക്ലാസ് അറ്റൻഡ് ചെയ്തു. അതായത് ഒരു കുട്ടിയുടെ മാർക്ക് ആ കുട്ടി എത്ര ഹവേഴ്സ് പഠിച്ചു പ്ലസ് ആ കുട്ടി എത്ര ക്ലാസ് അറ്റൻഡ്
ചെയ്തു എന്തിന്റെ ബേസിലിരിക്കുന്നു വിചാരിക്കുക. അപ്പോ ഈ മാർക്സ് y എന്ന് പറഞ്ഞ രണ്ട് ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ ആശ്രയിച്ചിരിക്കും. ഏതൊക്കെയാ? ഹവേഴ്സ് സ്റ്റഡീഡും ഹവേഴ്സ് ക്ലാസ് അറ്റൻഡഡും മനസ്സിലാക്കി വെക്കുക. x1ഉം x2ഉം വരുന്നുണ്ട്. ഓക്കെ, സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കിയാൽ മതി. നമുക്കിവിടെ സിംഗിൾ മാത്രമേ പഠിക്കാനുള്ളൂ, പക്ഷെ മനസ്സിലാക്കി വെക്കുക. സോ അതാണ് മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ. ഓക്കെ അല്ലേ? സോ സിംഗിൾ ലീനിയർ റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? വൈനെ എഫക്ട് ചെയ്യുന്ന ഒരൊറ്റ ഇൻഡിപെൻഡന്റ് വേരിയബിൾ മാത്രമേ ഉള്ളൂ. അതാണ് എക്സ് എന്ന് പറയുന്നത്. വൈ ഡിപെൻഡന്റ് വേരിയബിൾ, എക്സ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഇനി ശ്രദ്ധിക്കണേ, ഇനിയും കുറച്ച് കാര്യങ്ങൾ പറയാണ്ട്. യെസ്, ഈ ചാർട്ടിൽ അറിയാലോ എക്സ് ആക്സിസ്, വൈ ആക്സിസ്. സോ ഇതിനെയാണ് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയാം. എന്താ പറയാ മക്കളെ? സ്ട്രെയിറ്റ് ലൈൻ. ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ ആണ് y ഈക്വൽ ടു എ പ്ലസ് ബി എക്സ്. നമ്മൾ നോർമലി 10th പഠിക്കുന്ന ഇക്വേഷൻ ആണ് സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ. y ഈക്വൽ ടു എ പ്ലസ് ബി എക്സ്. വൈ ആണ് നമുക്ക് കാണേണ്ടത്. y എങ്ങനെ കാണാം? എ പ്ലസ് ബി എക്സ്. അപ്പോ y എന്താണ്, എക്സ് എന്താന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടോ. ഇനി നമുക്ക് എയും ബിയും മാത്രമേ പറയാനുള്ളൂ. ഇതാണ് ചാർട്ട്. എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ദെൻ സ്ട്രെയിറ്റ് ലൈന് y ഈക്വൽ ടു എന്ത്? എ പ്ലസ് ബി എക്സ്. ഇനി എ എന്താണ്? എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എനെ നമ്മൾ ഇന്റർസെപ്റ്റ് ഓഫ് ദ ലൈൻ എന്ന് പറയും. എന്താ പറയാ മക്കൾ? ഇന്റർസെപ്റ്റ് ഓഫ് ദ ലൈൻ. ഓക്കെ, ഞാൻ കൂടുതൽ ടെക്നിക്കാലിറ്റിയിലോട്ട് പോകുന്നില്ല കേട്ടോ. പ്രോബ്ലം ചെയ്യാൻ അല്ലെങ്കിൽ കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ ബേസിക് ആയിട്ട് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. സോ എനെ നമ്മൾ എന്ത് വിളിക്കാം? ഇന്റർസെപ്റ്റ് ഓഫ് ദ ലൈൻ എന്ന് വിളിക്കും. എന്ന് പറഞ്ഞാൽ വൈനെ ഇന്റർസെപ്റ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് എ എന്ന് പറഞ്ഞു. ആരെ? വൈനെ അല്ലെങ്കിൽ വൈ ആക്സിസിനെ ഇന്റർസെപ്റ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് എ എന്ന് പറയുന്നത്. മനസ്സിലാക്കി വെക്കുക. ഇനി ആരാണ് ബി? ബി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്, ഈ ഒരു ചെരിവില്ലേ മക്കളെ? മുകളിലോട്ട് ഒരു ചെരിവില്ലേ? സോ ആ ചെരിവിനെയാണ്, ഈ ചെരിവുണ്ടല്ലോ, ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുമ്പോൾ ഒരു ചെരിവിലൂടെയല്ലേ മുകളിലോട്ട് പോകുന്നേ മക്കളെ? സോ ആ ഒരു ചെരിവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ബി എന്ന് വിളിക്കുക. അതിനെ ആ ചെരിവ് എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ഓഫ് ദി ലൈൻ എന്ന് പറയും. എന്താ പറയാ മക്കളെ? സ്ലോപ്പ് ഓഫ് ദി ലൈൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഈ ഒരു ലൈനിന്റെ ചെരിവിനെയാണ് നമ്മൾ ബി എന്ന് വിളിക്കുക, അല്ലെങ്കിൽ സ്ലോപ്പ് ഓഫ് ദി ലൈൻ എന്ന് വിളിക്കുക. മനസ്സിലാക്കി വെക്കുക. ദെൻ ഒരു കാര്യം കൂടെ പറയാം. ഈ എ ഇന്റർസെപ്റ്റ് ഓഫ് ദി ലൈൻ ഉണ്ടല്ലോ, അത് ഇവിടെയല്ലേ? ഓക്കെ, അതിവിടെ കോൺസ്റ്റന്റ് ആയിരിക്കും. എന്തായിരിക്കും മക്കളെ? കോൺസ്റ്റന്റ് ആയിരിക്കും. മാത്രല്ല ഈ ചെരിവുണ്ടല്ലോ അല്ലെ, ഈ ചെരിവ് നോക്കിയ മക്കളെ, ഈ ചെരിവും എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ് പോവുക. എങ്ങനെ പോവാ മക്കളെ? കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ. അതുകൊണ്ടല്ലേ ഇത് മുകളിലോട്ട് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ഇങ്ങനെ പോകുന്നേ. അല്ലെങ്കിൽ ഇങ്ങനെയല്ലേ വരിക മക്കളെ? കോൺസ്റ്റന്റ് വെലോസിറ്റി അല്ലെങ്കിൽ. ഓക്കെ, അപ്പോ എ ഇന്റർസെപ്റ്റും ബി സ്ലോപ്പും കോൺസ്റ്റന്റ് ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. എന്തായിരിക്കും? കോൺസ്റ്റന്റ്. സോ എ ഇവിടെ കോൺസ്റ്റന്റ് ആയിരിക്കും. മാത്രമല്ല ഇത് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് മുകളിലോട്ട് പോകണമെങ്കിൽ ഈ ചെരിവ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. സോ എയും ബിയും കോൺസ്റ്റന്റ് ആയിരിക്കും എന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ അല്ലേ? അപ്പോ ശ്രദ്ധിച്ചു നോക്കിയേ. ഇപ്പൊ നമ്മൾ പറഞ്ഞു സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ എന്താ? y ഈക്വൽ ടു എ പ്ലസ് ബി എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോ കുട്ടി ഇത്ര ഹവേഴ്സ് പഠിച്ചു വിചാരിക്കാം. കുട്ടി ഇത്ര ഹവേഴ്സ് പഠിച്ചു. സോ ഈ ഹവേഴ്സിൽ നമുക്ക് മാർക്ക് അറിയണ്ടേ? മാർക്ക് ഇത്രയായിരിക്കും അല്ലെ? ഇത്ര ഹവേഴ്സ് പഠിച്ചാൽ ഇവിടെ നോക്കിയേ, ഇത്ര ഹവേഴ്സ് പഠിച്ചാൽ നമുക്ക് ഇത്രയും മാർക്ക് കിട്ടില്ലേ? ഓക്കെ, സോ ഇത്രയും മാർക്ക് കിട്ടുമെന്ന് പറയുമ്പോൾ അത് ശരിക്കും ഈ എനെയും ഈ സ്ലോപ്പിനെയും ആശ്രയിച്ചിരിക്കല്ലേ അല്ലേ? സോ ഇത്ര ഹവേഴ്സ് പഠിച്ചാൽ ഇത്ര മാർക്ക് കിട്ടും എന്ന് പറയുമ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ എനെയും ബിനെയും ആശ്രയിച്ചിരിക്കുന്നു മനസ്സിലാക്കുക. അല്ലെങ്കിൽ എനെയും ബി അനുസരിച്ചല്ലേ മക്കളെ അത് മാറുന്നത്. ഓക്കെ അല്ലേ? സോ മനസ്സിലാക്കി വെക്കാം. ഇപ്പൊ എന്താണ് സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ? y ഈക്വൽ ടു എ പ്ലസ് ബി എക്സ്. ഇപ്പൊ വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ കുട്ടി ഇത്ര ഹവേഴ്സ് പഠിച്ചുള്ളൂ വിചാരിക്കാം. ഇപ്പൊ ഇത്ര ഹവേഴ്സ് പഠിക്കുമ്പോൾ ഇത്രയും മാർക്ക് വരിക, ഇത്രയാണ് മാർക്ക് വരിക. ഓക്കെ, സോ അതും ഈ ഇന്റർസെപ്റ്റിനെയും സ്ലോപ്പിനെയും ആശ്രയിച്ചിരിക്കും. ഇപ്പൊ ഇത്ര ഹവേഴ്സ് പഠിച്ചാൽ ഇത്രയും മാർക്കാണ് കിട്ടുക, കൂടുതൽ മാർക്ക് കിട്ടും. അതും ഈ ഇന്റർസെപ്റ്റും സ്ലോപ്പിനെയും അതിനനുസരിച്ചല്ലേ പോകുന്നത് മക്കളെ. മനസ്സിലാക്കി വെക്കണേ. അതുകൊണ്ടാണ് y ഈക്വൽ ടു എന്ത് പറയുന്നത്? എ പ്ലസ് ബി എക്സ്. എ ആണ് ഇന്റർസെപ്റ്റ്, ബി ആണ് സ്ലോപ്പ് ഓഫ് ദി ലൈൻ. ഓക്കെ, ആ ചെരിവ്. ഓക്കെ അല്ലേ? യെസ്. സോ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഒന്നുകൂടെ പറയാം. വൈനെ നമ്മൾ എന്താ വിളിക്കുക മക്കളെ? ഡിപെൻഡന്റ് വേരിയബിൾ എന്ന് വിളിക്കും. എക്സിന് എന്താ വിളിക്കുക? ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഒറ്റ എക്സ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് സിംഗിൾ ലീനിയർ ഇക്വേഷൻ. എ നമ്മൾ എന്താ വിളിക്കുക? ഇന്റർസെപ്റ്റ് ഓഫ് ദി ലൈൻ എന്ന് പറഞ്ഞാൽ വൈ ആക്സിസിനെ ഇന്റർസെപ്റ്റ് ചെയ്യുന്ന പോയിന്റ്. അതെന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ബി എന്താണ്? സ്ലോപ്പ് ഓഫ് ദി ലൈൻ. അതെന്തായിരിക്കും മക്കളെ? കോൺസ്റ്റന്റ് ആയിരിക്കും. സോ ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണേ മക്കളെ. y ഈക്വൽ ടു എ പ്ലസ് ബി എക്സ് സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ ആണെന്ന് മനസ്സിലാക്കി വെക്കുക.
വൈ ആരാണ്, എ ആരാണ്, ബി ആരാണ്, എക്സ് ആരാണെന്നുള്ള ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് മാത്രം മതി. ഇൻട്രസ്റ്റ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, യെസ്. ഇനി നമുക്ക് ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കാണേണ്ടി വരിക എനെയും ബിനെയും ആണ്. ഓക്കെ, എ ആരാണ്, ബി ആരാണെന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കേട്ടോ. സോ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ആരെ കാണണം മക്കളെ? എനെയും കാണണം, ബിനെയും കാണണം. സോ റിഗ്രഷൻ ഇക്വേഷൻ ടു കമ്പ്യൂട്ട് എ ആൻഡ് ബി ആണ് മുകളിൽ പറഞ്ഞിരിക്കുന്നത്. സോ എയും ബിയും നമ്മൾ എങ്ങനെ കാണാന്ന് വെച്ചാൽ ഈ രണ്ട് ഇക്വേഷൻസ് യൂസ് ചെയ്യുക. ഇതാണ് നമ്മൾ റിഗ്രഷൻ ഇക്വേഷൻ എന്ന് പറയാം. എങ്ങനെയാ റിഗ്രഷൻ ഇക്വേഷൻ വരിക? പറ, സിഗ്മ y is equal to NA plus B sigma x എന്ന് പറയും. എന്താണ്? സിഗ്മ y is equal to NA plus എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഐറ്റംസ് കേട്ടോ. NA plus B sigma x. Then സെക്കൻഡ് ഇക്വേഷൻ ആണ് സിഗ്മ xy is equal to A sigma x plus B sigma x square. സോ ഇത് വെച്ചാണ് നമുക്കിനി എനെയും ആരെയും കാണേണ്ടത്? ബിനെയും കാണേണ്ടത്. മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പൊ എന്താണ് റിഗ്രഷൻ ഇക്വേഷൻ? എയും ബിയും കാണാനുള്ള സിഗ്മ y is equal to NA plus B sigma x, sigma xy is equal to A sigma x plus B sigma x square. മനസ്സിലാക്കി വെക്കാം. ഇതൊരു പ്രോബ്ലം വെച്ച് അല്ലെങ്കിൽ എക്സാമ്പിൾ വെച്ച് പ്രോപ്പർ ആയിട്ട് പറഞ്ഞുതരാവേ. ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ പഠിക്കുന്ന ചാപ്റ്റർ ഏതാണ്? ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ആണ്. യെസ്. സോ ഈ ഒരു എക്സാമ്പിൾ നോക്കുക, ശ്രദ്ധിക്കണേ. ഈ ഒരു എക്സാമ്പിൾ നോക്കുക. നമുക്ക് രണ്ട് ഡാറ്റ ഉണ്ട്. അഡ്വർടൈസ്മെന്റ് കോസ്റ്റും ഉണ്ട്, സെയിൽസും ഉണ്ട് അല്ലേ? നമുക്ക് സെയിൽസിനെയാണ് ഫോർകാസ്റ്റ് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ സെയിൽസ് ആയിരിക്കും ഡിപ്പെൻഡന്റ് വേരിയബിൾ. സെയിൽസ് ആയിരിക്കും വൈസ് ഈക്വൽ എന്നല്ലേ പറഞ്ഞേ മക്കളെ? വൈസ് ഈക്വൽ ടു എ പ്ലസ് ബി എക്സ് അല്ലേ? സോ സെയിൽസ് ആയിരിക്കും എന്ത്? ഡിപ്പെൻഡന്റ് വേരിയബിൾ. സെയിൽസ് ആരെ ആശ്രയിച്ചിരിക്കുന്നു? അഡ്വർടൈസ്മെന്റ് കോസ്റ്റിനെ ആശ്രയിച്ചിരിക്കുന്നു അല്ലേ? ആരാശ്രയിച്ചിരിക്കുന്നു മക്കളെ? അഡ്വർടൈസ്മെന്റ് കോസ്റ്റിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. അപ്പോ സെയിൽസ് ആണ് ഇവിടെ ഡിപ്പെൻഡന്റ് വേരിയബിൾ, അഡ്വർടൈസ്മെന്റ് കോസ്റ്റ് ആണ് ഇവിടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഒരൊറ്റ ഇൻഡിപെൻഡന്റ് മാത്രമേ ഉള്ളൂ, സിംഗിൾ ലീനിയർ റിഗ്രഷൻ. സോ അഡ്വർടൈസ്മെന്റ് കോസ്റ്റ് ആണ് എക്സ് എന്ന് പറയുന്നത്, സെയിൽസ് ആണ് വൈ എന്ന് പറയുന്നത്. സെയിൽസ് ആണ് ഇവിടെ ഡിപ്പെൻഡന്റ് വേരിയബിൾ, അഡ്വർടൈസ്മെന്റ് കോസ്റ്റ് ആണ് ഇവിടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. സോ നമുക്ക് നോക്കാം. അതായത് അഡ്വർടൈസ്മെന്റ് കോസ്റ്റ് ഇതെല്ലാം ലാക്സിലാന്ന് വിചാരിക്കുക കേട്ടോ മക്കളെ, എല്ലാം ലാക്സിലാണ്. സോ അഡ്വർടൈസ്മെന്റ് കോസ്റ്റ് 1 lakh ആണെങ്കിൽ എത്രയാ സെയിൽസ്? 18 lakh ആണ്. അഡ്വർടൈസ്മെന്റ് കോസ്റ്റ് 2 lakh ആണെങ്കിൽ എത്രയാ സെയിൽസ്? 23 lakh ആണ്. അഡ്വർടൈസ്മെന്റ് കോസ്റ്റ് 4 lakh ആണെങ്കിൽ എത്രയാ സെയിൽസ്? 32 lakh ആണ്. അഡ്വർടൈസ്മെന്റ് കോസ്റ്റ് 3 lakh ആണെങ്കിൽ 28 lakh, 10 lakh ആണെങ്കിൽ 38 lakh, 4 lakh ആണെങ്കിൽ 29 lakh ആണ്. സോ ഇതാണ് ഡാറ്റ എന്ന് പറഞ്ഞ എക്സും വൈയും ഓൾറെഡി ഗിവൺ ആണ്. ആരാണ് വൈ, ആരാണ് എക്സ് നമുക്ക് പറഞ്ഞു. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. എന്താ പറഞ്ഞേക്കുന്നത് നോക്കിയേ. ഫിറ്റ് എ ലീനിയർ റിഗ്രഷൻ ഓഫ് വൈ ഓൺ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? വൈ is equal to a plus bx എന്ന് പറയില്ലേ മക്കളെ? അതാണ് ഫിറ്റ് എ ലീനിയർ റിഗ്രഷൻ അല്ലെങ്കിൽ സ്ട്രേറ്റ് ലൈനിന്റെ ഇക്വേഷൻ ഫിറ്റ് ചെയ്യാനാ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പൊ y is equal to a plus bx കാണാനാ പറഞ്ഞേക്കുന്നത്. എങ്ങനെ ചെയ്യാന്നൊക്കെ പറയാം നമുക്ക്. ഓക്കെ അല്ലേ? സോ ഫിറ്റ് എ ലീനിയർ റിഗ്രഷൻ ഓഫ് y ഓൺ x എന്ന് പറഞ്ഞാൽ y എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, y ഡിപ്പെൻഡന്റ് ആണ്, എക്സ് ഇൻഡിപെൻഡന്റ് ആണ്. സെക്കൻഡ്, എസ്റ്റിമേറ്റ് സെയിൽസ് വെൻ അഡ്വർടൈസ്മെന്റ് കോസ്റ്റ് 5 lakh. ഓക്കെ, ഡിമാൻഡ് ഫോർകാസ്റ്റ്, സെയിൽസ് ഫോർകാസ്റ്റ് ചെയ്യാനാണ്. സോ അഡ്വർടൈസ്മെന്റ് കോസ്റ്റ് 5 lakh ആവുമ്പോൾ എത്രയാണ് സെയിൽസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ദെൻ തേർഡ്, എസ്റ്റിമേറ്റ് അഡ്വർടൈസ്മെന്റ് കോസ്റ്റ് വെൻ സെയിൽസ് ഈസ് 42 lakh എന്ന് പറഞ്ഞാൽ സെയിൽസ് 42 lakh ആണെങ്കിൽ എത്രയാണ് അഡ്വർടൈസ്മെന്റ് കോസ്റ്റ് എന്നും ചോദിച്ചിട്ടുണ്ട്. സോ ഇതാണ് സിമ്പിൾ ആയിട്ട് ഒരു ഡാറ്റ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സോ ഇങ്ങനെ ഒരു ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ആദ്യം ഒരു ടേബിൾ പ്രിപ്പയർ ചെയ്യണം. എന്ത് പ്രിപ്പയർ ചെയ്യണം മക്കളെ? ടേബിൾ. വളരെ ഈസിയാണ് ടേബിൾ പ്രിപ്പയർ ചെയ്യാൻ. ഫസ്റ്റ് കോളം എക്സ് കൊടുക്കും, സെക്കൻഡ് കോളം വൈ കൊടുക്കും, തേർഡ് കോളം എക്സ് സ്ക്വയർ, ദെൻ എക്സ് വൈ. ഇത്രയും കോളംസ് കൊടുക്കണേ, എന്നാലേ നമുക്ക് ആ ഇക്വേഷൻ ഇടാൻ പറ്റുള്ളൂ. നമുക്ക് എയും ബിയും കാണണ്ടേ മക്കളെ? ഏതാ ഫസ്റ്റ് കോളം? എക്സ്, സെക്കൻഡ് കോളം വൈ, തേർഡ് എക്സ് സ്ക്വയർ, ദെൻ ഫോർത്ത് കോളം എക്സ് വൈ. ആരെവിടെ എക്സ് എന്ന് പറഞ്ഞ അല്ലേ? എക്സ് ആരാണ് ഇവിടെ? അഡ്വർടൈസ്മെന്റ് കോസ്റ്റ് ആണ് എക്സ്. ആരാണ് വൈ? സെയിൽസ്. ഇതിനാണ് നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, വൈ ആരാണ് മക്കളെ? സെയിൽസ് ആണ്. അപ്പോ ഈ ഡാറ്റ ഞാൻ എടുത്ത് എഴുതുന്നു. ഇവിടെ നോക്കിയേ, ഈ ഡാറ്റ ജസ്റ്റ് എടുത്ത് എഴുതുന്നു. അഡ്വർടൈസ്മെന്റ് കോസ്റ്റ് എത്രയാണ്? 1. ജസ്റ്റ് 1 മിനിറ്റ്. അഡ്വർടൈസ്മെന്റ് കോസ്റ്റ് എത്രയാണ്? 1, 2, 4, 3, 10, 4. സോ എടുത്ത് എഴുതി 1, 2, 4, 3, 10, 4. ദെൻ വൈ എടുത്ത് എഴുതാം. 18, 23, 32, 28, 38, 29. 18, 23, 32, 28, 38, 29. മനസ്സിലാക്കി വെക്കുക.
സോ ആ രണ്ട് ഡാറ്റയും ഞാൻ എടുത്തെഴുതി, എക്സും എടുത്തെഴുതി വൈയും എടുത്തെഴുതി. ഇനി എക്സ് സ്ക്വയർ കാണാം. എങ്ങനെ എക്സ് സ്ക്വയർ കാണാം? 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4 അല്ലെ, 2 × 2 4, 4ന്റെ സ്ക്വയർ 4 × 4 16, 3ന്റെ സ്ക്വയർ 9, 10ന്റെ സ്ക്വയർ 10 × 10 100, 4ന്റെ സ്ക്വയർ 60. വളരെ ഈസിയാണ്. എന്ത് കാണുക? എക്സ് സ്ക്വയർ കാണുക. നെക്സ്റ്റ് എക്സ് വൈ കാണാം. എന്താണ് എക്സ് വൈ? എക്സ് ഇൻറ്റു വൈ. 1 × 18 18, 2 × 23 46, 4 × 32 128, 3 × 28 84, 10 × 38 380, 4 × 29 എത്രയാ? 4 × 29 വരുന്നത് 4 × 29 116 എന്ന് വരും. ഓക്കെ അല്ലേ? വളരെ ഈസിയാണ്. എക്സ് ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ്, വൈ ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ്. ജസ്റ്റ് എക്സിന്റെ സ്ക്വയർ എടുക്കുക, എക്സിനെ വൈനെ ഇൻറ്റു ചെയ്യുക. ദെൻ ഇതിന്റെ ടോട്ടൽ കാണാം. ഇതിന്റെ ടോട്ടലിനെയാണ് നമ്മൾ സിഗ്മ എന്ന് വിളിക്കുക അല്ലെ. സിഗ്മ എന്ന് വെച്ചാൽ വലിയ സിഗ്മ, ടോട്ടൽ, സം എന്നുള്ള മീനിങ്. ഒന്ന് കൂട്ടി നോക്കിയേ. എക്സ് 1 + 2 + 4 + 3 + 10 + 4 എത്ര വരും? 24 എന്ന് വരും. വൈയോ 18 + 23 + 32 + 28 + 38 + 29 എത്ര വരും? 168 എന്ന് വരും. സിഗ്മ എക്സ് സ്ക്വയറോ 1 + 4 + 16 + 9 + 100 + 16 146 എന്ന് വരും. Then 18 + 46 + 128 + 84 + 380 + 116 772 എന്ന് വരും. ഓക്കെ, അപ്പൊ നമ്മളിവിടെ കമ്പ്യൂട്ട് ചെയ്തെല്ലാം കറക്റ്റ് ആണ്. എല്ലാം കിട്ടി. എന്താ കിട്ടിയേ? സിഗ്മ എക്സ് കിട്ടി, സിഗ്മ വൈ കിട്ടി, സിഗ്മ എക്സ് സ്ക്വയർ കിട്ടി, സിഗ്മ എക്സ് വൈ കിട്ടി. എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ താഴെ നമുക്കൊരു ഫോർമാറ്റ് എപ്പോഴും കീപ്പ് ചെയ്യണം കേട്ടോ. ആൻസർ കൊടുക്കുമ്പോൾ പ്രോപ്പർ ഫോർമാറ്റിംഗ് ആവണം, എന്നാലേ പ്രോപ്പർ ആയിട്ട് ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം എന്ത് എഴുതുന്നു? റിഗ്രഷൻ ഇക്വേഷൻ y on x എന്ന് എഴുതും. എന്ത് എഴുതുക? റിഗ്രഷൻ ഇക്വേഷൻ y on x, ദാറ്റ് ഈസ് y = a + bx അല്ലെ. അതല്ലേ സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ. y = എന്താണ് മക്കളെ? a + bx. ഇനി എന്ത് ചെയ്യണം? ഇത്ര എഴുതാം. റിഗ്രഷൻ ഇക്വേഷൻ y on x = y = a + bx എന്ന് എഴുതാം. എന്നിട്ട് നമുക്ക് എന്ത് കാണണം പറ? എനെയും ബിനെയും കാണണം. ആരെ കാണണം മക്കളെ? എനെയും ബിനെയും. സോ കമ്പ്യൂട്ട് എന്ത്? എ ആൻഡ് ബി. സോ എനെയും ബിനെയും നമുക്ക് കാണണം. അപ്പോ എനെയും ബിനെയും കാണാൻ നമുക്ക് രണ്ട് ഇക്വേഷൻ ഉണ്ട്. ഏതൊക്കെയാ? സിഗ്മ y = na + b സിഗ്മ x, സിഗ്മ എക്സ് വൈ = a സിഗ്മ x + b സിഗ്മ എക്സ് സ്ക്വയർ. ഇനി ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് മാത്രം മതി എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കിയ മക്കളെ, എത്രയാണ് സിഗ്മ വൈ? സിഗ്മ വൈ എത്രയാണ്? 168. ദാറ്റ് ഈസ് 168 = then n എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഐറ്റംസ്. എത്ര നമ്പർ ഓഫ് ഐറ്റംസ് ഉണ്ട് നോക്കിയേ? 1 2 3 4 5 6 നമ്പർ ഓഫ് ഐറ്റത്തിനെ നമ്മൾ n എന്ന് വിളിക്കാം. നമ്പർ ഓഫ് ഐറ്റം 6 അല്ലേ. സോ ശ്രദ്ധിക്കുക, 168 ആണ് സിഗ്മ വൈ. സോ എൻ എ എന്ന് പറഞ്ഞാൽ എന്താണ്? 6a എന്ന് പറയും. സോ 6 എന്താ? നമ്പർ ഓഫ് ഐറ്റം 6a പ്ലസ് ദെൻ സിഗ്മ എക്സ് എത്രയാ? സിഗ്മ എക്സ് 24 അല്ലേ. 24. അപ്പോ ബി സിഗ്മ എക്സ് എന്ന് പറഞ്ഞാലും സിഗ്മ എക്സ് ഇൻറ്റു ബി എന്ന് പറഞ്ഞാലും സെയിം തന്നെ അല്ലേ മക്കളെ. അപ്പൊ 24 ബി എന്ന് വരും. 24 ബി എന്ന് വരും. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇൻറ്റു 4 ഇപ്പൊ ഒന്നും കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, അതിനെ കുറിച്ച് ഞാൻ പറയാം. യെസ്. ഇനി അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി. ഇനി സെക്കൻഡ് ഇക്വേഷൻ എന്താ? സിഗ്മ എക്സ് വൈ = a സിഗ്മ എക്സ് പ്ലസ് ബി സിഗ്മ എക്സ് സ്ക്വയർ. എത്ര സിഗ്മ എക്സ് വൈ? 772 അല്ലേ. അപ്പോ 772 = ഓക്കെ 772 = a സിഗ്മ എക്സ് അല്ലേ. എത്ര സിഗ്മ എക്സ്? 24 അല്ലേ. സോ 24a പ്ലസ് ഇനി ബി സിഗ്മ എക്സ് സ്ക്വയർ. സിഗ്മ എക്സ് സ്ക്വയർ എത്രയാണ് നോക്കിയേ? 146 അല്ലേ. സോ 146 ബി എന്ന് വരും. ഓക്കെ, അപ്പോൾ രണ്ട് ഇക്വേഷൻ കിട്ടിയല്ലേ നമുക്ക്. ആ ജസ്റ്റ് ആ ഡാറ്റയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി കേട്ടോ. എനെയും ബിനെയും നമ്മൾ കാണണ്ടേ. ആ ഡാറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അത്ര മാത്രമേ ചെയ്തുള്ളൂ. 168 = 6a പ്ലസ് 24, 772 = 24a പ്ലസ് 146b. ഓക്കെ അല്ലേ. ഇനി നമ്മൾ എങ്ങനെ ഇതിനെ സോൾവ് ചെയ്യാം? നമ്മൾ നോർമലി 10th പഠിക്കുന്ന കാര്യമാണ് എങ്ങനെയാണ് ഇതിനെ സോൾവ് ചെയ്യാന്ന്. ഈ രണ്ട് ഇക്വേഷനും സെയിം അല്ല അല്ലേ. ഈ രണ്ട് ഇക്വേഷൻ എന്തല്ല? സെയിം അല്ല. അപ്പൊ നമ്മൾ അതിന് എന്താക്കണം? സെയിം ആക്കണം. സെയിം ആക്കാൻ വേണ്ടി ഒന്നെങ്കിൽ ഇപ്പൊ നമുക്ക് രണ്ട് വേരിയബിൾ ഇല്ലേ മക്കളെ, എയും ഉണ്ട് ബിയും ഉണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒന്നിനെ 0 ആക്കാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് എനെ 0 ആക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ബിനെയും 0 ആക്കാം. ഓക്കെ അല്ലേ. ഇപ്പൊ ഞാൻ ഈ ക്വസ്റ്റ്യനിൽ ആരെ 0 ആക്കുന്നു? എനെ 0 ആക്കുന്നു വിചാരിക്കുക. ആരെ 0 ആക്കുന്നു? എനെ 0 ആക്കുന്നു. അപ്പോ എനെ 0 ആക്കുകയാണെങ്കിൽ ഇപ്പൊ വേണമെങ്കിൽ ബിനെയും 0 ആക്കാൻ കേട്ടോ മക്കളെ. എങ്ങനെ ചെയ്താലും ലാസ്റ്റ് എന്റെ ആൻസർ സെയിം ആയിരിക്കും. ഓക്കെ, ഇപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ട് ആരെ 0 ആക്കുന്നു? എനെ 0 ആക്കുന്നു. അപ്പോ എനെ 0 ആക്കണമെങ്കിൽ എ രണ്ടും സെയിം അല്ല
അല്ലേ? രണ്ടും സെയിം ആണെങ്കിൽ 0 വരുമല്ലോ അല്ലേ മക്കളെ? സോ എ 0 ആക്കാൻ വേണ്ടി ഞാൻ എയുടെ കോമൺ ഫാക്ടർ എടുക്കുന്നു. എയുടെ കോമൺ ഫാക്ടർ. അപ്പൊ എയുടെ കൂടെ ആരൊക്കെ ഉണ്ട് നോക്കുക. 6 ഉണ്ട്, താഴെ 24 ഉണ്ട് അല്ലേ മക്കളെ? എയുടെ കൂടെ 6 ഉണ്ട്, ആരും ഉണ്ട്, 24 ഉണ്ട്. കോമൺ ഫാക്ടർ എങ്ങനെ കാണാം? വലുത് ഡിവൈഡ് ബൈ ചെറുത്. അങ്ങനെ ചെയ്താൽ മതി, അങ്ങനെ പഠിച്ചാൽ മതി കേട്ടോ മക്കളെ. വലുത് 24 അല്ലേ, ഡിവൈഡ് ബൈ ചെറുത് 6 എന്ന് പറയുമ്പോൾ 24 ഡിവൈഡ് ബൈ 6 എത്ര വരും പറ? 4 എന്ന് വരും. എത്ര വരും മക്കളെ? 4. ദെൻ ഈ കോമൺ ഫാക്ടർ 4 ഉണ്ടല്ലോ, അത് ചെറിയ ഇക്വേഷനെ ഇൻഡു ചെയ്യാം. പറ എങ്ങനെ കോമൺ ഫാക്ടർ കാണാം? അപ്പൊ എനിക്ക് ആരെ 0 ആക്കണ്ടേ? എനെയാണ് 0 ആക്കേണ്ടത്. അപ്പൊ എയുടെ കൂടെയുള്ള ഐറ്റംസ് നോക്കുക. ആരൊക്കെയാണ്? 6 ഉണ്ട്, 24 ഉണ്ട്. അപ്പൊ കോമൺ ഫാക്ടർ കാണാം, വലുത് ഡിവൈഡഡ് ബൈ ചെറുത്. 24 ഡിവൈഡ് ബൈ 6 4 എന്ന് വരും. അത് ചെറിയ ഇക്വേഷനെ കുറിച്ച് എന്ത് ചെയ്യുക? ഇൻഡു ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ ചെറിയ ഇക്വേഷനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, 4 കൊണ്ട് മൾട്ടിപ്ലൈ, അപ്പോൾ ഇത് ഈക്വൽ ആവുള്ളൂ, മനസ്സിലാക്കി വെക്കാം. അപ്പോ 168 എൻറ്റയർ ഇൻറ്റു ചെയ്യണേ, അല്ലാതെ എനെ മാത്രമല്ല എൻറ്റയർ ഇക്വേഷൻ ഇൻറ്റു ചെയ്യുക, അപ്പോൾ അത് ഈക്വൽ ആയി മാറുള്ളൂ. സോ 168 ഇൻറ്റു 4 എത്ര വരും നോക്കിയേ? 168 ഇൻറ്റു 4 672 എന്ന് വരും അല്ലേ? ദെൻ 6a ഇൻറ്റു 4 24a ആയി എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിയേ, ഇവിടെയും 24 ആയി, ദെൻ ഇവിടെയും 24a ആയി, അപ്പൊ 0 ആയിട്ട് മാറും, മനസ്സിലാക്കി വെക്കുക. ദെൻ 24 ഇൻറ്റു 4 എത്ര വരും? 24 ഇൻറ്റു 4 96b എന്ന് വന്നു അല്ലേ? അപ്പോ ഈ ചെറിയ ഇക്വേഷനെ 4 വെച്ച് ഇൻഡു ചെയ്യുമ്പോൾ എന്റെ ഇക്വേഷനും 4 വെച്ച് ഇൻഡു ചെയ്യണേ, നമുക്ക് 672 24a പ്ലസ് 96b എന്ന് വരും. ഓക്കെ അല്ലേ? ദെൻ സെക്കൻഡ് ഇക്വേഷൻ അതേപോലെ തന്നെ എടുത്ത് എഴുതാം. ഓക്കെ അല്ലേ? അതേപോലെ തന്നെ എടുത്ത് എഴുതാം. 772 24a 146b അതേപോലെ എടുത്ത് എഴുതി. അപ്പോൾ ഒരു ഇക്വേഷൻ കിട്ടി, ഫസ്റ്റ് ഇക്വേഷനും കിട്ടി, സെക്കൻഡ് ഇക്വേഷനും കിട്ടി. ദെൻ എന്ത് ചെയ്യുക? വലുത് എപ്പോഴും ചെറുത് കുറച്ചാൽ പോരെ, വലുത് നിന്ന് ചെറുത് കുറയ്ക്കുക എന്ന് പറയുമ്പോൾ വലുത് സെക്കൻഡ് ഇക്വേഷൻ ആണ് അല്ലെ? അപ്പോ 2 - 1 ചെയ്യുന്നു. അപ്പോ 772 - 672 എത്ര വരും? 772 - 672 എത്ര വരും? 100 എന്ന് വരും അല്ലേ? അപ്പോ a 0 ആയി പോയില്ലേ മക്കളെ? 24a - 24a, അതുകൊണ്ടാണ് നമ്മൾ കോമൺ ഫാക്ടർ ചെയ്തത്, എനെ 0 ആക്കാൻ വേണ്ടിയിട്ടാണ്. സോ 0 എന്ന് വരും. ദെൻ 146 - 96 എത്ര വരും? 50b എന്ന് വരും. എത്ര വരും മക്കളെ? 50b. ഇനി ഇതിൽ നമുക്ക് ആരെ ഈസി ആയിട്ട് കാണാൻ പറ്റും? ബിനെ ഈസി ആയിട്ട് കാണാൻ പറ്റും. എങ്ങനെയാ? 100 = 50b അല്ലേ? ദാറ്റ് ഈസ് b = b അവിടെ നിർത്തുക. ഈ 50 ഇങ്ങോട്ട് പോയാൽ ഡിവൈഡർ ആവില്ലേ? സോ b = 100 ഡിവൈഡഡ് ബൈ 50 എന്ന് വരും. സോ 100 ഡിവൈഡ് ബൈ 50 എന്ന് പറഞ്ഞാൽ b എത്ര കിട്ടി നമുക്ക്? 2 എന്ന് കിട്ടി. b എത്ര കിട്ടി മക്കളെ? 2 എന്ന് കിട്ടി. അപ്പോ ബിയുടെ ആൻസർ കിട്ടി അല്ലേ? ഇപ്പോ ഈ സെയിം ഇക്വേഷൻ തന്നെ മക്കളെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബിനെ 0 ആക്കാം. അപ്പൊ നമുക്ക് a ആണ് കിട്ടുക. ഓക്കെ, എന്റെ ആൻസർ സെയിം ആയിരിക്കും. ബി എത്ര കിട്ടി? 2 കിട്ടി. ഇനി ആരെ കൂടെ വേണം നമുക്ക്? എനെ കൂടെ വേണം. എനെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കുക, ബീനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഏതെങ്കിലും ഇക്വേഷൻ എടുക്കുക, ബീനെ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ ഞാൻ ഫസ്റ്റ് ഇക്വേഷൻ എടുക്കുന്നു. ഫസ്റ്റ് ഇക്വേഷൻ എന്താ മക്കളെ? നോക്കിയേ, 168 = 6a + 24b അല്ലേ? 168 = 6. നിങ്ങൾക്ക് ഏത് ഇക്വേഷൻ എടുക്കുക കേട്ടോ മക്കളെ, ആൻസർ സെയിമേ വരുള്ളൂ, മനസ്സിലാക്കുക. സോ ഞാൻ ഫസ്റ്റ് ഇക്വേഷൻ എടുക്കുന്നു. 168 = 6a + 24b. അവിടെ b അറിയാലോ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്ക് a കിട്ടും. 168 = 6a + 24 ഇൻറ്റു b എത്രയാണ്? 2 എന്ന് കിട്ടിയില്ല നമുക്ക് മക്കൾ ഇവിടെ. b എത്ര കിട്ടി? സോ ചെയ്ത് നോക്കുക. 168 = 6a + 24 ഇൻറ്റു 2 48 എന്ന് വരും. ഓക്കെ, ദെൻ ഈ 28നെ 6a അവിടെ നിർത്തുക, 48നെ എങ്ങോട്ട് കൊണ്ടുവരിക? മൈനസ് ആയി മാറിയില്ലേ? അപ്പോ 168ൽ നിന്ന് 48 പോയാൽ ബാക്കി 120 കിട്ടും. അപ്പോ 6a = 120 ആണ്. ദാറ്റ് ഈസ് a = ഈ 6 ഇങ്ങോട്ട് വരില്ലേ? സോ 120 ഡിവൈഡ് ബൈ 6 എത്ര വരും മക്കളെ? 20 എന്ന് വരും. സോ എയും കിട്ടി, ബിയും കിട്ടി, വളരെ ഈസി ആയിട്ട്. ഇന്റർസെപ്റ്റ് പോയിന്റും കിട്ടി, സ്ലോപ്പ് ചെരിവിന്റെ കോൺസ്റ്റന്റ് വെലോസിറ്റിയും കിട്ടി. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഇക്വേഷൻ ചെയ്യാം. എന്താ ഇക്വേഷൻ? y = a + bx അല്ലേ? y = a + bx. സോ y = a എത്ര കിട്ടി? 20 കിട്ടി, പ്ലസ് b = 2 കിട്ടി. ദെൻ x അതേപോലെ എടുത്ത് എഴുതി, കാരണം x ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. ഓക്കെ, x ആണ് y-നെ ചേഞ്ച് ചെയ്യിക്കുക, മനസ്സിലാക്കുക. y ഡിപെൻഡന്റ് വേരിയബിൾ ആണ്. സോ 20 a ഇന്റർസെപ്റ്റ് കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, y-നെ ഇന്റർസെപ്റ്റ് ചെയ്യുന്ന പോയിന്റ് 20 ആണ്. ദെൻ ആ ചെരിവ്, ആ ഒരു സൈഡ് ലൈനിന്റെ ചെരിവ് കോൺസ്റ്റന്റ് വെലോസിറ്റി ആയിട്ടുള്ള 2 ആണ്.
ദെൻ എക്സ് ചേഞ്ച് ചെയ്യുമ്പോൾ പിന്നെ വൈ ചേഞ്ച് ചെയ്യും. ഓക്കെ, സോ വൈ ഇസ് ഈക്വൽ ടു 20 പ്ലസ് 2x എന്ന് കിട്ടി. വൈ ഇസ് ഈക്വൽ ടു എന്ത് മക്കളെ? 20 പ്ലസ് 2x. ഇനി നമുക്ക് വൈ ഈസി ആയിട്ട് കാണാം. എന്താണ് വൈ എന്ന് വെച്ചാൽ? ഇവിടെ ആരാ വൈ? വൈ എന്ന് വെച്ചാൽ സെയിൽസ് ആണ്. എക്സ് ആരാണ്? അഡ്വർടൈസ്മെന്റ് കോസ്റ്റ് ആണ്. അതെപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ വേണം കേട്ടോ. വൈ ആരാണ് മക്കളെ? സെയിൽസ് ആണ്. എക്സ് ആരാണ്? അഡ്വർടൈസ്മെന്റ് കോസ്റ്റ് ആണ്. ഓക്കെ, സെയിൽസ് ആണ് ഇവിടെ ഡിപെൻഡന്റ് വേരിയബിൾ, അഡ്വർടൈസ്മെന്റ് കോസ്റ്റ് ആണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഓക്കെ, ഇനി ഫസ്റ്റ് കിട്ടി y is equal to, നമ്മൾ കറക്റ്റ് ആയിട്ട് ലീനിയർ റിഗ്രഷൻ ഫിറ്റ് ചെയ്തു. y is equal to എത്ര കിട്ടിയ നമുക്ക്? 20 പ്ലസ് 2x. ഇതാണ് ഫസ്റ്റിന്റെ ആൻസർ, സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ. ഇനി സെക്കൻഡ് എന്ത് ചോദിച്ചേക്കുന്നത് നോക്കിയേ. എസ്റ്റിമേറ്റ് സെയിൽസ് വെൻ അഡ്വർടൈസ്മെന്റ് കോസ്റ്റ് 5 lakh. അഡ്വർടൈസ്മെന്റ് കോസ്റ്റ് 5 lakh എന്നാണ് 5 അല്ലേ, മൊത്തം ലാക്സിലല്ലേ, അപ്പൊ 5 എടുത്താൽ മതി. ഓക്കെ, 5 ആകുമ്പോൾ എത്രയാണ് സെയിൽസ്? വളരെ ഈസിയാണ്. നോക്കിയേ, അഡ്വർടൈസ്മെന്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സ് അല്ലേ, എക്സ് 5 ആവുമ്പോൾ y എത്ര? വളരെ ഈസി ആയിട്ട് കാണാൻ പറ്റില്ലേ? എങ്ങനെയാ ഇക്വേഷൻ? എന്താ? y is equal to 20 plus 2x. അപ്പൊ എക്സ് 5 ആണ് കിട്ടിയത് നമുക്ക് അല്ലേ, എക്സ് 5 അല്ലേ, എക്സ് അല്ലേ അഡ്വർടൈസ്മെന്റ് കോസ്റ്റ്. സോ സെയിൽസ് ഇസ് ഈക്വൽ ടു 20 പ്ലസ് എത്രയാണ്? 2 ആണ്. ദെൻ ഇൻറ്റു എക്സ് എത്രയാണ്? 5 ആണ്. ദാറ്റ് ഇസ് 2 into 5 10 എന്ന് വരും. 20 പ്ലസ് 10 എത്ര ലാക്സ് എന്ന് വരും? 30 ലാക്സ് എന്ന് വരും. അപ്പോ മീനിങ് എന്താണ്? നമ്മുടെ അഡ്വർടൈസ്മെന്റ് കോസ്റ്റ് 5 lakh ആണെങ്കിൽ, അഡ്വർടൈസ്മെന്റ് കോസ്റ്റ് 5 lakh ആണെങ്കിൽ അപ്രോക്സിമേറ്റ് സെയിൽസ്, ഇത് ആക്ച്വൽ സെയിൽസ് ഒന്നും അല്ല കേട്ടോ, നമ്മൾ ജസ്റ്റ് എസ്റ്റിമേഷൻ മാത്രമാണ്, അപ്രോക്സിമേറ്റ് മാത്രമാണ്. സോ സെയിൽസ് അഡ്വർടൈസ്മെന്റ് കോസ്റ്റ് 5 lakh ആണെങ്കിൽ നമ്മുടെ സെയിൽസ് എത്രയായിരിക്കും പറ? 30 lakh ആയിരിക്കും. അപ്രോക്സിമേറ്റ് 30 lakh ആവാൻ ചാൻസ് ഉണ്ട് എന്നുള്ള മീനിങ് ആണ്. സോ ഡിമാൻഡിനെ ഫോർകാസ്റ്റ് ചെയ്തു, മനസ്സിലാക്കി വെക്കാം. സോ സെയിൽസ് എത്ര കിട്ടി മക്കളെ? 30 lakh എന്ന് കിട്ടി. ദെൻ അടുത്ത് നോക്കിയേ, എസ്റ്റിമേറ്റ് അഡ്വർടൈസ്മെന്റ് കോസ്റ്റ് വെൻ സെയിൽസ് 42 lakh. സെയിൽസ് ഗിവൺ ആണ്, എന്താണ്? വൈ ഗിവൺ ആണ്, എക്സ് കാണാനാ പറഞ്ഞേക്കുന്നത്. നോർമലി എക്സ് ഗിവൺ ആയിരിക്കും, വൈ ആണ് നമ്മൾ കാണുക. ഇവിടെ വൈ ഗിവൺ ആണ്, നമ്മൾ എന്ത് കാണാൻ പറഞ്ഞേക്കുന്നതാണ്? എക്സ് കാണാൻ പറഞ്ഞേക്കുന്നതാണ്. ജസ്റ്റ് ആ ഇക്വേഷനിൽ ഇട്ടുകാണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ സെയിൽസ് വൈ ഗിവൺ ആണ്, എത്രയാണ്? 42. അപ്പോ വൈ അല്ലേ, വൈ is equal to a plus 20 plus 2x അല്ലേ. സോ 42 is equal to y 42 ആണ്. 42 is equal to 20 plus 2x. അപ്പോ ഈ 20 ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പൊ 42 minus 20 വരും, 22 എന്ന് വരും. അപ്പോ 2x is equal to 22 എന്ന് വരും. എക്സ് അല്ലേ കാണേണ്ടത്, എക്സ് എത്രയായിരിക്കും? 11 lakh ആയിരിക്കും. എന്ന് പറഞ്ഞ മീനിങ് എന്താ? സെയിൽസ് 42 lakh ആവണമെങ്കിൽ അഡ്വർടൈസ്മെന്റ് കോസ്റ്റ് എത്രയാവണം? 11 lakh ആവണം. അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് കോസ്റ്റ് 11 lakh ആയാലേ സെയിൽസ് എത്രയാവുള്ളൂ? 42 lakh ആവുള്ളൂ. എങ്ങനെ വേണമെങ്കിലും ചിന്തിക്കാം. ഇതാണ് സിമ്പിൾ ആയിട്ട് എന്ത് മക്കളെ? എന്ത്? റിഗ്രഷൻ, സിംഗിൾ ലീനിയർ റിഗ്രഷൻ എന്ന് പറയാം. ഓക്കെ, സോ ഈ ഒരു കോൺസെപ്റ്റ് പ്രോപ്പർ ആയിട്ട് മനസ്സിലായെന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. ഓക്കെ മക്കളെ, സോ നെക്സ്റ്റ് നമുക്ക് എന്ത് പഠിക്കാം? ടൈം സീരീസ് അനാലിസിസ് പഠിക്കാം. എന്ത് മക്കളെ? ടൈം. ഇപ്പൊ നമ്മൾ റിഗ്രഷൻ പഠിച്ചില്ലേ, സോ നെക്സ്റ്റ് നമുക്ക് ടൈം സീരീസ് അനാലിസിസ് പഠിക്കാം. എന്താണ് ടൈം സീരീസ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ? ഒന്നുമില്ല, നമ്മൾ പാസ്റ്റ് ബിഹേവിയറിന്റെ ബേസിൽ ഫ്യൂച്ചർ ബിഹേവിയറിനെ പ്രെഡിക്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പാസ്റ്റ് ബിഹേവിയറിനെ എന്ത് ചെയ്യും മക്കളെ? സ്റ്റഡി ചെയ്യും. ദെൻ ഫോർകാസ്റ്റ് ദി ഫ്യൂച്ചർ ബിഹേവിയർ. നമ്മൾ എന്ത് വിളിക്കുക? ടൈം സീരീസ് എന്ന് വിളിക്കുക. മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഈ പാസ്റ്റ് ബിഹേവിയർ സ്റ്റഡി ചെയ്യാൻ ഡാറ്റ വേണ്ടേ? ഈ ഡാറ്റ കളക്ട് ചെയ്യുന്നത് ടൈമിന്റെ ബേസിലായിരിക്കും. ഡാറ്റ ഈസ് കളക്ടഡ് ഓൺ ദ ബേസ് ഓഫ് ടൈം. ഓക്കെ, അതുകൊണ്ട് ടൈം സീരീസ് എന്ന് വിളിക്കുന്നേ ടൈം സീരീസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, പേടിക്കൊന്നും വേണ്ട. കഴിഞ്ഞ 10 വർഷത്തെ പാസ്റ്റ് 10 yearsലെ സെയിൽസ് നമ്മൾ പഠിക്കുന്നു. ദെൻ ഫ്യൂച്ചർ എത്ര സെയിൽസ് ഉണ്ടാവും എന്ന് പ്രഡിക്റ്റ് ചെയ്യുന്നു. അതാണ് സിമ്പിൾ ആയിട്ട്. കഴിഞ്ഞ 5 വർഷത്തെ സെയിൽസിനെ പഠിക്കുന്നു. ദെൻ ഫ്യൂച്ചർ എത്ര സെയിൽസ് ഉണ്ടാവും എന്ന് പ്രഡിക്റ്റ് ചെയ്യുന്നു. സോ കഴിഞ്ഞ 5 വർഷം, കഴിഞ്ഞ 10 വർഷം എന്നൊക്കെ പറയുമ്പോൾ ടൈമിന്റെ ബേസിലാണ് ഡാറ്റ കളക്ട് ചെയ്യുന്നത്. ഓക്കെ, അതിനെ കുറിച്ച് കറക്റ്റ് ആയിട്ട് പാസ്റ്റ് ബിഹേവിയറിനെ കുറിച്ച് പഠിക്കുന്നു. അതിന്റെ ബേസിൽ ഫ്യൂച്ചറിനെ പ്രഡിക്റ്റ് ചെയ്യുന്നു. കഴിഞ്ഞ 10 വർഷത്തെ സെയിൽസ് എങ്ങനെയുണ്ട്, അതേപോലെ ആയിരിക്കും ഫ്യൂച്ചറിലെ സെയിൽസ് എന്ന് പറയുന്നത്. ആ ഒരു രീതി. സോ ഇതിനെ നമ്മൾ എന്ത് വിളിക്കുക? ടൈം സീരീസ് അനാലിസിസ് എന്ന് വിളിക്കുക. ഈ ടൈം സീരീസ് അനാലിസിസിൽ നമുക്ക് പല ട്രെൻഡുകൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ കോമ്പണൻസ് വരുന്നുണ്ട്. ഫസ്റ്റ് ട്രെൻഡ് ആണ് സെക്കുലർ ട്രെൻഡ്. ഓക്കെ, നമുക്ക് ഇവിടെ സെക്കുലർ ട്രെൻഡ് മാത്രമേ മക്കളെ പഠിക്കാനുള്ളൂ കേട്ടോ. നമുക്ക് സെക്കുലർ ട്രെൻഡ് അല്ലെ, സെക്കുലർ ട്രെൻഡ് ഉണ്ട്, ദെൻ സീസണൽ ട്രെൻഡ് ഉണ്ട്, സൈക്ലിക്കൽ ട്രെൻഡ് ഉണ്ട്, ഇറഗുലർ ട്രെൻഡ് ഉണ്ട്. അത് ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കിവിടെ ആര് മാത്രമേ പഠിക്കാനുള്ളൂ? സെക്കുലർ ട്രെൻഡ് മാത്രമേ പഠിക്കാനുള്ളൂ. ഇനി എന്താണ് ഈ സെക്കുലർ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ? ഒന്നുമില്ല, സെക്കുലർ ട്രെൻഡ് എപ്പോഴും മനസ്സിലാക്കുക, ലോങ് ടേം ട്രെൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ ലോങ് ടേം ചേഞ്ചിനെയാണ് നമ്മൾ സെക്കുലർ ട്രെൻഡ് എന്ന് വിളിക്കുക. ഷോർട്ട് ടേം അല്ല, സീസണലാണ് ഷോർട്ട് ടേം. സോ ലോങ് ടേം
ട്രെൻഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സെക്കുലാർ ട്രെൻഡ് എന്ന് വിളിക്കുക. ഈ ലോങ് ടേം ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഒരു ഇൻക്രീസിങ് ട്രെൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഡിക്രീസിങ് ട്രെൻഡ് ആയിരിക്കും. ഓക്കെ, സോ അതായത് ഒന്നെങ്കിൽ ഇൻക്രീസിങ് ട്രെൻഡ് ഫോർ ലോങ് ടേം, അല്ലെങ്കിൽ ഡിക്രീസിങ് ട്രെൻഡ് ഫോർ ലോങ് ടേം. അപ്പൊ ഒന്നെങ്കിൽ ഇൻക്രീസിങ് ട്രെൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഡിക്രീസിങ് ട്രെൻഡ് ആയിരിക്കും. രണ്ടും ഒരുമിച്ച് വരില്ല. ഇൻക്രീസ് ചെയ്ത് ഡിക്രീസ് ചെയ്യുക സൈക്ലിക്കൽ ആവില്ല, ഇൻക്രീസ് ചെയ്ത് ഡിക്രീസ് ചെയ്യുക സൈക്ലിക്കൽ ആവില്ല. ഓക്കെ, സോ ഇൻക്രീസ് ഡിക്രീസ് എന്നില്ല, ഒന്നെങ്കിൽ ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ്. മനസ്സിലാക്കി വെക്കാം. സോ ദ ചേഞ്ചസ് ഇൻ ലോങ് ടേം ആണ് സെക്യുലർ ട്രെൻഡ്. ദ ട്രെൻഡ് വിൽ ബി ഓൾവേസ് ഓൺ വൺ ഡിറക്ഷൻ, ഒന്നെങ്കിൽ ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ്. അപ്പോഴല്ലേ സ്ട്രേറ്റ് ലൈൻ ആവുള്ളൂ. ഓക്കെ, സിഗ്സാഗ് വരാൻ പാടില്ല. ദെൻ ഗ്രോ ഓർ ഡിക്ലൈൻ എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ഓർ ഡിക്ലൈൻ ഓവർ എ പീരിയഡ് ഓഫ് ടൈം. ഓക്കെ, ഒന്നെങ്കിൽ ഗ്രോ അല്ലെങ്കിൽ ഡിക്ലൈൻ, രണ്ടും വരില്ല. ഓക്കെ, ഒന്നെങ്കിൽ ഇൻക്രീസിങ് ട്രെൻഡ് അല്ലെങ്കിൽ ഡിക്രീസിങ് ട്രെൻഡ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം. ഓക്കെ, സോ ഇതിനെ നമ്മൾ എന്ത് വിളിക്കുക? സെക്കുലാർ ട്രെൻഡ് എന്ന് വിളിക്കാം. മക്കളെ സെക്കുലാർ ട്രെൻഡ്. ഇപ്പൊ കഴിഞ്ഞ 10 വർഷം സെയിൽസ് കൂടുന്നു, ഇൻക്രീസിങ് ട്രെൻഡ്. കഴിഞ്ഞ 10 വർഷം സെയിൽസ് കുറയുന്നു, ഡിക്രീസിങ് ട്രെൻഡ്. മനസ്സിലാക്കി വെക്കാം. അതാണ് ഏത് ട്രെൻഡ് മക്കളെ? സെക്കുലാർ ട്രെൻഡ്. മനസ്സിലായെന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. ഇനി ഈ സെക്കുലാർ ട്രെൻഡിനെ ഫോർകാസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് പല മെത്തേഡ്സ് ഉണ്ട്. ഇത് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ കാര്യമാണ്. നമുക്ക് ഫ്രീ ഹാൻഡ് മെത്തേഡ് ഉണ്ട്, സെമി ആവറേജ് മെത്തേഡ് ഉണ്ട്, മൂവിംഗ് ആവറേജ് മെത്തേഡ് ഉണ്ട്, വെയ്റ്റഡ് മൂവിംഗ് ആവറേജ് മെത്തേഡ് ഉണ്ട്, ലാസ്റ്റ് മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയറും ഉണ്ട്. സോ ഇതെല്ലാം നമുക്ക് ഫൈനൽ പഠിക്കാം കേട്ടോ. നമുക്ക് SCCM എന്നുള്ള പേപ്പർ ഉണ്ട്, സ്ട്രാറ്റജിക് കോസ്റ്റ് മാനേജ്മെന്റ്. അവിടെ നമ്മൾ ഇത് കറക്റ്റ് ആയിട്ട് പഠിക്കും ടൈം സീരീസിനെ കുറിച്ച്. ദെൻ ഇവിടെ നമുക്ക് മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ മാത്രമേ പഠിക്കാനുള്ളൂ. ഇത് മാത്രമേ മക്കൾ പഠിക്കാനുള്ളൂ? മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ മാത്രമേ പഠിക്കാനുള്ളൂ. സോ നമുക്ക് മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ നോക്കാം. ഒന്നുമില്ല, മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ റിഗ്രഷൻ തന്നെയാണ് മക്കളെ യൂസ് ചെയ്യുക കേട്ടോ. അത് ചെയ്യുമ്പോൾ മനസ്സിലാവേ. മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ. സോ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ തന്നെ നമുക്ക് രണ്ട് മെത്തേഡ് ഉണ്ട്. ഡയറക്റ്റ് മെത്തേഡും ഉണ്ട്, ഷോർട്ട് കട്ട് മെത്തേഡും ഉണ്ട്. ഏതൊക്കെയാ? ഡയറക്റ്റ് മെത്തേഡും ഷോർട്ട് കട്ട് മെത്തേഡും. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റിലൊക്കെ അവര് ഷോർട്ട് കട്ട് മെത്തേഡ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, നിങ്ങൾ പഠിക്കുമ്പോഴും ഏതിൽ പഠിച്ചാൽ മതി? ഷോർട്ട് കട്ട് മെത്തേഡിൽ പഠിച്ചാൽ മതി. പക്ഷേ ഡയറക്റ്റ് മെത്തേഡ് കൂടി ഉണ്ട്, അത് പഠിക്കുന്നത് നല്ലതാണ്. ദെൻ ചില കേസുകളിൽ നമുക്ക് ചിലപ്പോൾ ഷോർട്ട് കട്ട് മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റില്ല, ഡയറക്റ്റ് മെത്തേഡിന് യൂസ് ചെയ്യേണ്ടി വരും. സോ ആ ഒരു കേസും ഉണ്ട്, അത് ഞാൻ പറയാം കേട്ടോ. യെസ്, അപ്പോ ലീസ്റ്റ് സ്ക്വയറിനെ നമുക്ക് ഡയറക്റ്റ് മെത്തേഡിലും ചെയ്യാം, ഷോർട്ട് കട്ട് മെത്തേഡിലും ചെയ്യാം. ഇനി എന്താണ് ഡയറക്റ്റ് മെത്തേഡ്, എന്താണ് ഷോർട്ട് കട്ട് മെത്തേഡ്, എല്ലാം നമുക്ക് എക്സാമ്പിളിലൂടെ പറഞ്ഞു തരാവേ മക്കളെ, ശ്രദ്ധിക്കാം. യെസ്, ഇനി ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ടൈം സീരീസിന്റെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ആ ഡാറ്റ ഓഡ് ആണോ ഈവൻ ആണോ നോക്കുക. എന്താ നോക്കേണ്ടേ? ഓഡ് ആണോ ഈവൻ ആണോ. ഇപ്പൊ ആലോചിച്ച് നോക്കിയേ, രണ്ട് കോളംസ്, ഇയറിന്റെ ബേസിൽ സെയിൽസ് എന്ന് പറയുമ്പോൾ പാസ്റ്റ് ഡാറ്റ കളക്ടഡ് ഓൺ ദ ബേസിസ് ഓഫ് ടൈം. ഇതിന്റെ ബേസിൽ നമ്മൾ ഇനി ഫ്യൂച്ചർ സെയിൽസിനെ പ്രെഡിക്റ്റ് ചെയ്യേണ്ടത് അല്ലേ. ഇത് പാസ്റ്റ് സെയിൽസ് ആണ്, ബേസ്ഡ് ഓൺ ടൈം ഫ്യൂച്ചർ സെയിൽസിനെ പ്രെഡിക്റ്റ് ചെയ്യണം. സോ ഫസ്റ്റ് നമുക്ക് ഓഡ് ഡാറ്റ എടുക്കാം. ഓഡ് ഡാറ്റ എന്ന് പറയുമ്പോൾ ഒന്ന് കൂട്ടി നോക്കിയേ, 1 2 3 4 5 6 7 7 ആയിട്ടല്ലേ ഉള്ളൂ. 7 ഓഡല്ലേ, അറിയില്ലേ? 1 3 5 7 9 ഓഡ്, 2 4 6 8 10 ഈവൻ. ഓക്കെ, സോ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ, ടൈം സീരീസിന്റെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ഡാറ്റ ഓഡ് ആണോ ഈവൻ ആണോ നോക്കണം. ഓക്കെ അല്ലേ? സോ ഈ ഡാറ്റ എന്താണ് മക്കളെ? ഓഡ് ഡാറ്റയാണ്. 7 ഐറ്റംസ് ആണുള്ളത്, അതുകൊണ്ട് ഏത് ഡാറ്റയാണ്? ഓഡ് ഡാറ്റയാണ്. നമ്മൾ ആദ്യം ഡയറക്റ്റ് മെത്തേഡ് ആണ് നോക്കാൻ പോകുന്നത് കേട്ടോ. ഡയറക്റ്റ് മെത്തേഡ്. ഇതൊരു കാര്യം കൂടെ പറയാം. ശരിക്കും ഡയറക്റ്റ് മെത്തേഡിൽ ഓഡ് ആണോ ഈവനോ നോക്കേണ്ട ആവശ്യം ശരിക്കും ഇല്ല. പറയാവേ, എന്തില്? ഡയറക്റ്റ് മെത്തേഡിൽ ശരിക്കും ഓഡ് ആണോ ഈവനോ നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എസ്പെഷ്യലി ഏത് ചെയ്യുമ്പോൾ, ഷോർട്ട് കട്ട് മെത്തേഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഓഡ് ആണോ ഈവൻ ആണോ എന്ന് പ്രോപ്പർ ആയിട്ട് അറിയേണ്ടത്. അപ്പോൾ പറയാം. ഫസ്റ്റ് ഡയറക്റ്റ് മെത്തേഡ്. ഡയറക്റ്റ് മെത്തേഡിൽ നമുക്ക് ഇയർ ഓഫ് ഒറിജിൻ വേണം. എന്താ മക്കളെ വേണ്ടേ? ഇയർ ഓഫ് ഒറിജിൻ. നിങ്ങൾക്ക് ഏത് വർഷത്തെയും ഇയർ ഓഫ് ഒറിജിൻ ആക്കി എടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഏത് ഇയേഴ്സിനെ എന്താക്കി എടുക്കാം മക്കളെ? ഇയർ ഓഫ് ഒറിജിൻ ആക്കി എടുക്കാം. ബട്ട് നോർമലി നമ്മൾ പ്രീവിയസ് ഇയറിനെയോ അല്ലെങ്കിൽ ഫസ്റ്റ് ഇയറിനെയോ ആണ് ഇയർ ഓഫ് ഒറിജിൻ ആക്കി എടുക്കുക. എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ് ഡയറക്റ്റ് മെത്തേഡ് ആണ് മക്കളെ പറയുന്നത്, ഷോർട്ട് കട്ട് അല്ല, ഡയറക്റ്റ് മെത്തേഡ് ആണ്. ഷോർട്ട് കട്ടിലും കൂടെ എല്ലാ പ്രോബ്ലം നമ്മൾ ചെയ്യും കേട്ടോ. സോ 2020 ഉണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇയർ. ഓക്കെ, 2020 ആണ് നമ്മുടെ എന്ത്? ഫസ്റ്റ് ഇയർ. ഇതിന്റെ പ്രീവിയസ് ഇയർ ഏതാ? 2019. ഓക്കെ, 2019 ഫസ്റ്റ് ഇയറിന്റെ പ്രീവിയസ് ഇയറും ഫസ്റ്റ് ഇയർ. നിങ്ങൾക്ക് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഏത് വർഷം എടുക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞു, പക്ഷെ നോർമലി നമ്മൾ എങ്ങനെ എടുത്താൽ ആൻസർ സെയിം ആയിരിക്കും. എന്റെ ആൻസർ സെയിം ആയിരിക്കും കേട്ടോ മക്കളെ. സോ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിന്റെ പ്രീവിയസ് ഇയർ ബേസ് ഇയർ ആക്കി എടുക്കാം,
അല്ലെങ്കിൽ ഫസ്റ്റ് ഇയറിനെ ബേസ്ഡ് ആക്കി എടുക്കാം. ഓക്കെ, ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഇപ്പൊ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ഏതിലാ ചെയ്യുന്നത് മക്കളെ? ഡയറക്ട് മെത്തേഡിലാണ്. ടേക്ക് 2019 ആസ് എ ഇയർ ഓഫ് ഒറിജിൻ. ഞാൻ എന്ത് ചെയ്യുന്നു, 2019 എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് ഇയറിന്റെ പ്രീവിയസ് ഇയർ അല്ലേ? ഒന്നെങ്കിൽ ഫസ്റ്റ് ഇയറിന്റെ പ്രീവിയസ് ഇയർ അല്ലെങ്കിൽ ഫസ്റ്റ് ഇയർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇയർ ഓഫ് ഒറിജിൻ ആക്കി എടുക്കാം. ഞാൻ പറഞ്ഞു. സോ ഞാൻ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ഇയറിന്റെ പ്രീവിയസ് ഇയറിനെ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയർ 2020 അല്ലേ, അതിന്റെ പ്രീവിയസ് ഇയർ ഏതാ? 2019 എന്താക്കി എടുക്കുന്നു, ഇയർ ഓഫ് ഒറിജിൻ ആക്കി എടുക്കുന്നു. ഇനി വീട്ടിൽ പോയിട്ട് നിങ്ങൾ ഈ ഫസ്റ്റ് ഇയറിനെ ഇയർ ഓഫ് ഒറിജിൻ ആക്കി എടുത്ത് നോക്കുക, എന്ത് മാറ്റാണ് വരുന്നത് നോക്കുക കേട്ടോ. ലാസ്റ്റ് എൻഡ് ആൻസർ എന്തായിരിക്കും മക്കളെ? സെയിം ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. എൻഡ് ആൻസർ എന്തായിരിക്കും? സെയിം ആയിരിക്കും ഏത് ഇയർ എടുത്താലും. സോ ഞാനിപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ 2019 എന്തെടുക്കുന്നത്, ഇയർ ഓഫ് ഒറിജിൻ ആക്കി എടുക്കുന്നത്. 2019 എന്ന് പറഞ്ഞാൽ ആരാ? ഫസ്റ്റ് ഇയറിന്റെ പ്രീവിയസ് ഇയർ. അപ്പോ റിഗ്രഷൻ തന്നെയാണ് മക്കളെ, റിഗ്രഷൻ തന്നെയാണ്. കോളംസ് അറിയാലോ, എക്സ് വൈ എക്സ് സ്ക്വയർ എക്സ് വൈ. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമല്ലേ, എക്സ് വൈ എക്സ് സ്ക്വയർ എക്സ് വൈ. സോ ഡയറക്ട് മെത്തേഡിലാണ് ചെയ്യുന്നത്. ഡയറക്ട് മെത്തേഡിൽ ഞാൻ എന്തെടുക്കുന്നു, ഫസ്റ്റ് ഇയറിന്റെ പ്രീവിയസ് ഇയർ ഓഫ് ഒറിജിൻ ആക്കി എടുക്കുന്നു എന്ന് പറഞ്ഞാൽ 2019. ഓക്കെ, സോ ഇവിടെ അഡീഷണൽ ഫസ്റ്റ് കോളം ഇയർ എന്ന് കൊടുക്കുക കേട്ടോ. എപ്പോഴും ഇയർ ഏതൊക്കെയാണ് ഇയർ പറ? 2020, 2021, 2022, 2023, 2024, 2025, 2026. അങ്ങനെ ടോട്ടൽ 7 ആയിട്ടുണ്ട്. ഓക്കെ അല്ലേ? ദെൻ വൈ. വൈ ആണ് നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യേണ്ടത്. വൈ അല്ലേ സെയിൽസ് എന്ന് പറഞ്ഞാൽ, ആ സെയിൽസ് എടുത്ത് എഴുതുന്നു. എത്രയാണ് വൈ എടുത്ത് എഴുതുന്നു? 125, 128, 133, 135, 140, 141, 143. ക്വസ്റ്റ്യനിൽ ഉണ്ട് മക്കളെ. 125, 128, 133, 135, 140, 141, 143. സോ ഈ സെയിൽസ് ഗിവൺ ആണ്. ഇനി എക്സ് വേണം. എക്സ് അല്ല ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഇവിടുത്തെ എക്സ് ടൈം സീരീസിൽ എക്സ് എന്ന് പറഞ്ഞാൽ ഡീവിയേഷൻ ഫ്രം ഇയർ ഓഫ് ഒറിജിൻ ആണ്. എന്താണ് മക്കളെ? എക്സ് എന്താണ്? ഡീവിയേഷൻ ഫ്രം ഇയർ ഓഫ് ഒറിജിൻ. നിങ്ങൾ ഏതാണോ ഇയർ ഓഫ് ഒറിജിൻ എടുക്കുന്നത് അത് മുതലുള്ള ഡീവിയേഷൻസ് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ 2019 അല്ലേ നിങ്ങൾ ഇയർ ഓഫ് ഒറിജിൻ ആക്കി എടുത്തേ അല്ലേ? 2019 ആണ് ഇയർ ഓഫ് ഒറിജിൻ ആക്കി എടുത്തത്. അപ്പോ 2019 നിന്ന് 2020 എത്രയുണ്ട് ഡിഫറൻസ് അല്ലെങ്കിൽ ഡീവിയേഷൻ? 1 അല്ലേ? 2019 ഒരു വർഷമല്ലേ മക്കളെ ഡിഫറൻസ്? 2019 ആണ് ഇയർ ഓഫ് ഒറിജിൻ. അത് മുതൽ എത്ര ഡീവിയേഷൻ ഉണ്ട്, എത്ര ഡിഫറൻസ് ഉണ്ട്? 2019 2020 എന്ന് പറയുമ്പോൾ 1 ഡീവിയേഷൻ ഉണ്ട് അല്ലെ? 1 ഡിഫറൻസ്. ഒരു വർഷമല്ലേ? അപ്പൊ 2021 2 വർഷമല്ലേ? 2021 2 വർഷം. 22 3 വർഷം. 2021 22 3 വർഷം. ഞാൻ പറഞ്ഞു മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ 23 4 വർഷം. 24 5 വർഷം. 25 6 വർഷം. 26 7 വർഷം. ഓക്കെ, സോ അങ്ങനെ നിങ്ങൾ ഏതാണോ ഇയർ ഓഫ് ഒറിജിൻ ആക്കി എടുക്കുന്നത് അതിനുള്ള ഡീവിയേഷൻസ് എടുക്കുക, അത് മുതലുള്ള ഡീവിയേഷൻസ് എടുക്കുക. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ 2020 ഇയർ ഓഫ് ഒറിജിൻ ആക്കി എടുക്കാന്ന്. അപ്പോൾ ഇപ്പൊ 2020 ആണ് നിങ്ങൾ ഇയർ ഓഫ് ഒറിജിൻ ആക്കി എടുക്കുന്നെങ്കിൽ ഇവിടെ ഫസ്റ്റ് 0 വരും. കാരണം എന്താ? 20 to 20 0 ആണ്. ഇവിടെ 1 വരും, 2 വരും, 3 വരും, 4 വരും, 5 വരും, 6 വരും. പറഞ്ഞ പോയിന്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എങ്ങനെ ചെയ്താലും മക്കളെ ലാസ്റ്റ് എൻഡ് ആൻസർ ഫോർകാസ്റ്റ് ചെയ്യുമ്പോൾ സെയിം ആയിരിക്കും കേട്ടോ. അത് മനസ്സിലാക്കി വെക്കാം. യെസ്, സോ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഫസ്റ്റ് ഇയറിന്റെ പ്രീവിയസ് ഇയറിനെയോ അല്ലെങ്കിൽ ഫസ്റ്റ് ഇയറിനെയോ ഇയർ ഓഫ് ഒറിജിൻ ആക്കി എടുക്കാം. അപ്പൊ ഞാൻ ഫസ്റ്റ് ഇയറിന്റെ പ്രീവിയസ് ഇയറിനാണ് എടുത്തേക്കുന്നത്. ഓക്കെ, സോ ആ ഡീവിയേഷൻ എങ്ങനെ കാണുന്നു മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ എക്സ് കിട്ടി. ഇനി എക്സ് സ്ക്വയർ കാണാം. 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4, 3ന്റെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ 16, 5ന്റെ സ്ക്വയർ 25, 6ന്റെ സ്ക്വയർ 36, 7ന്റെ സ്ക്വയർ 49. ഓക്കെ അല്ലേ? എക്സ് വൈ കാണാം. 1 into 125 125, 2 into 128 256, 3 into 133 399. ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. 3 into 133 399, 4 into 135 540, 5 into 140 700, 6 into 141 846, 7 into 143 1001 എന്ന് വരും. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ സിഗ്മ എക്സ് കാണുക, സിഗ്മ വൈ കാണുക, സിഗ്മ എക്സ് സ്ക്വയർ കാണുക, സിഗ്മ എക്സ് വൈ കാണുക. ദെൻ ചെയ്ത് നോക്കിയേ. 1 plus 2 plus 3 plus 4 plus 5 plus 6 plus 7 28 എന്ന് വരും. 125 plus 128 plus 133 plus 135 plus 140 plus 141 plus 143 945 എന്ന് വരും. Then 1 plus 4 plus 9 plus 16 plus 25 plus 36 plus 49 140 എന്ന് വരും. 125 plus 2456 plus 399 540 700 846 1001 3867 എന്ന് വരും. ഓക്കെ, അപ്പൊ നമ്മൾ കമ്പ്യൂട്ട് ചെയ്തെല്ലാം കറക്റ്റ് ആണ്. ഇവിടെ മാറിപ്പോകുന്നത് കേട്ടോ. കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് കമ്പ്യൂട്ട് ചെയ്യുക. കാരണം ഇത് തെറ്റിപ്പോയ എൻഡ് ആൻസർ എല്ലാം തെറ്റിപ്പോകും. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ
റിഗ്രഷൻ ഇക്വേഷൻ y on x, ദാറ്റ് ഈസ് y is equal to എന്താണ് a plus bx ആണ്. നമ്മൾ എന്ത് കാണണം? കമ്പ്യൂട്ട് a and b. നമ്മൾ നേരത്തെ റിഗ്രഷനിൽ പറഞ്ഞ കാര്യമില്ലേ മക്കളെ? കമ്പ്യൂട്ട് a and b. എങ്ങനെ a and b കാണുക? രണ്ട് ഇക്വേഷൻ അല്ലേ? സിഗ്മ y is equal to na plus b sigma x, sigma x is equal to sigma xy is equal to a sigma x plus b sigma x square. ഇനി എന്ത് ചെയ്യുക? നമ്മൾ നേരത്തെ പോലെ തന്നെ ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സിഗ്മ y എത്രയാ? 945 അല്ലേ? 945. സോ 945 is equal to എത്ര നമ്പർ ഓഫ് ഐറ്റംസ് നോക്കൂ. എത്ര നമ്പർ ഓഫ് ഐറ്റംസ്? 1 2 3 4 5 6 7 7 ഐറ്റം ഇല്ലേ? സോ 7a എന്ന് വരും അല്ലേ? 7a പ്ലസ് ഇത്രയാണ് സിഗ്മ എക്സ് 28 ആണ്. സോ 28b എന്ന് വരും. ഓക്കെ, ദെൻ സെക്കൻഡ് സിഗ്മ എക്സ് വൈ 3867. 3867 is equal to സിഗ്മ എക്സ് 28. സോ 28a പ്ലസ് എത്രയാണ്? സിഗ്മ എക്സ് സ്ക്വയർ 140. സോ 140b എന്ന് വരും. സോ ഇത് രണ്ടും സെയിം അല്ല, അപ്പോൾ സെയിം ആക്കണം. ഒന്നെങ്കിൽ എനെ 0 ആക്കാം, അല്ലെങ്കിൽ ബിനെ 0 ആക്കാം. ഞാൻ ആരെ 0 ആക്കുന്നു? നോർമലി എനെ 0 ആക്കുന്നു. എനെ 0 ആക്കണമെങ്കിൽ കോമൺ ഫാക്ടർ എടുക്കണം. എയുടെ കൂടെയുള്ള ഐറ്റം നോക്കുക. ആരൊക്കെയാ? 28ഉം 7ഉം. വലുത് ഡിവൈഡ് ബൈ ചെറുത് നമ്മൾ നേരത്തെ പറഞ്ഞാണ്. 28 ഡിവൈഡ് ബൈ 7 എത്ര വരും? 4 എന്ന് വരും അല്ലേ? 28 ഡിവൈഡ് ബൈ 7 4. സോ ഈ 4നെ എന്ത് ചെയ്യുക? ചെറിയ ഇക്വേഷൻ വെച്ച് ഇൻറ്റു ചെയ്യുക. എൻ്റെ ഇക്വേഷനെയും ഇൻറ്റു ചെയ്യുക. സോ 945 into 4 3780. 7 into 4 28a. 28 into 4 112 അല്ലേ? ദെൻ സെക്കൻഡ് ഇക്വേഷൻ അതേപോലെ എടുത്ത് എഴുതാം. 3867 പ്ലസ് 28a പ്ലസ് 140b. സോ ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി, സെക്കൻഡ് ഇക്വേഷനും കിട്ടി. ഇനി എന്ത് ചെയ്യുക? വലിയ ഇക്വേഷനിൽ നിന്ന് ചെറിയ ഇക്വേഷൻ കുറയ്ക്കുക എന്ന് പറയുമ്പോൾ 2 minus 1 എന്ന് പറയുമ്പോൾ 3867 minus 3780 87 equal to എനെ 0 ആക്കിയില്ലേ? ഇതിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നേ കോമൺ ഫാക്ടർ എടുത്ത് 0 പ്ലസ് 140 മൈനസ് 112 28b എന്ന് വരും. ദാറ്റ് ഈസ് b is equal to ഇതിനെങ്ങോട്ട് കൊണ്ടുവന്ന 87 ഡിവൈഡ് ബൈ 28 3.107 എന്ന് വരും. 3.107. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി മക്കളെ? ബി കിട്ടി. പോയിന്റ് ഒക്കെ വരാൻ കേട്ടോ. പോയിന്റ് വന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കൊന്നും വേണ്ട, പോയിന്റ് വരാം. എ കാണാം. എ കാണാൻ എന്ത് ചെയ്യണ്ടേ? ഏതെങ്കിലും ഇക്വേഷൻ എടുക്കുക, അതില് ബീനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എ കിട്ടിക്കോളും. സോ ഫസ്റ്റ് ഇക്വേഷൻ എടുക്കുന്നു. 945 is equal to 7a പ്ലസ് 28 ഇൻറ്റു ബി എത്രയാണ്? 3.107. സോ 86.996 വരും. റൗണ്ട് ഓഫ് ചെയ്ത് 87 ആക്കുന്നു. സോ 945 is equal to 7a പ്ലസ് 87. ദെൻ ഈ 87 അങ്ങോട്ട് കൊണ്ടുവരിക, മൈനസ് ആയി മാറും. 945 മൈനസ് 87 858 എന്ന് വരും. ദാറ്റ് ഈസ് 7a is equal to 858. ദാറ്റ് ഈസ് a is equal to 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ? ഡിവൈഡ് ബൈ 7 122.57 എന്ന് വരും. 122.57. സോ എയും കിട്ടി, ബിയും കിട്ടി. ഓക്കെ, എയും കിട്ടി, ബിയും കിട്ടി. ഇനി ശ്രദ്ധിക്കണേ മക്കളെ, ഒരു കാര്യം കൂടെ പറയട്ടെ. ഞാൻ ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞില്ലേ? ഏത് ടേക്ക് ഫസ്റ്റ് ഇയറിനെ എന്താക്കി എടുക്കാൻ? ഇയർ ഓഫ് ഒറിജിൻ ആക്കി എടുക്കാൻ. അപ്പോ എയും ബിയും മാറും കേട്ടോ. ചിലപ്പോ എയും മാറാം, ബിയും മാറാം. പക്ഷെ നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ആൻസർ കിട്ടുന്ന പറഞ്ഞേ. ഓക്കെ, എയും ഇപ്പൊ നിങ്ങൾ വേറെ രീതി ചെയ്യുമ്പോഴേ 2000 ഇയർ ഓഫ് ഒറിജിൻ വേറെ എടുക്കുമ്പോഴേ എയും ബിയും മാറാം. പക്ഷെ എൻഡ് ആൻസർ അതിനെ ഫോർകാസ്റ്റ് പ്രോപ്പർ ആയിട്ട് ചെയ്യുമ്പോൾ എൻഡ് ആൻസർ പ്രോപ്പർ ആയിട്ട് കിട്ടും കേട്ടോ. മനസ്സിലാക്കി വെക്കാം. സോ നമുക്ക് ഇവിടെ എത്ര കിട്ടിയേ? 122.57. ചിലപ്പോൾ നിങ്ങൾ കാണുമ്പോൾ സെപ്പറേറ്റ് വേറെ ആൻസർ ആവും കിട്ടുക. അതിന്റെ അർത്ഥം തെറ്റുന്നല്ല. ഓക്കെ, ലാസ്റ്റ് എൻഡ് ആൻസർ മാത്രം നോക്കിയാൽ മതി. സോ എ 122.57 ആണ്, ബി 3.107 ആണ്. സോ y is equal to a plus bx അല്ലേ? ദാറ്റ് ഈസ് y is equal to 122.57 പ്ലസ് 3.107x എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇത് കിട്ടി. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ ഇയർ ഓഫ് ഒറിജിൻ ഫസ്റ്റ് ഇയർ ആക്കി എടുത്താൽ ചിലപ്പോൾ ഇതെല്ലാം കിട്ടുക വേറെയാണ് കിട്ടുക. അതിന്റെ അർത്ഥം ആൻസർ തെറ്റുന്നല്ല. നമുക്ക് ഫോർകാസ്റ്റിംഗിന്റെ ആൻസർ മാത്രം ലാസ്റ്റ് നോക്കിയാൽ മതി. ഓക്കെ, ഇനി എനിക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാലേ ശ്രദ്ധിക്കുക. ഇതിപ്പോ ഏത് വർഷത്തെ ഡാറ്റയാണ്? പാസ്റ്റ് ഇയർ ഡാറ്റ അല്ലേ? 2026 വരെയാണ്. ഇനി ഫ്യൂച്ചർ ഇയേഴ്സിന് എന്ത് ചെയ്യണം? ഫോർകാസ്റ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ എനിക്ക് 2027ഉം 2029 എന്ത് ചെയ്യും? പ്രോപ്പർ ആയിട്ട് ഫോർകാസ്റ്റ് ചെയ്യണം എന്ന് വിചാരിക്കുക. 2027 സെയിൽസും 2029 സെയിൽസും ഫോർകാസ്റ്റ് ചെയ്യണം. അതിലെ ടൈം സീരീസ്
പാസ്റ്റ് ഡാറ്റ ബിഹേവിയർ സ്റ്റഡി ചെയ്തിട്ട് ഫ്യൂച്ചറിനെ പ്രിഡിക്റ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പൊ 27 എന്ന് പറയുമ്പോൾ എക്സ് എന്താണ് മക്കളെ? എക്സ് എപ്പോഴും ഡീവിയേഷൻ ഫ്രം ദി ഇയർ ഓഫ് ഒറിജിൻ അല്ലേ? എക്സ് എന്താണ്? ഡീവിയേഷൻ ഫ്രം ഇയർ ഓഫ് ഒറിജിൻ, അതല്ലേ എക്സ് എന്ന് പറഞ്ഞ. അപ്പോ 26 ആവുമ്പോ 7 അല്ലേ? അല്ലേ? 26 ആവുമ്പോ എത്രയാണ്? 7 അല്ലേ? അപ്പൊ 27 ആവുമ്പോ എത്ര വരിക? 8 അല്ലേ വരിക? അല്ലെങ്കിൽ ഇയർ ഓഫ് ഒറിജിൻ ആരാ? ഇയർ ഓഫ് ഒറിജിൻ 2019 അല്ലേ? അപ്പൊ 19 മുതൽ 27 വരെ നോക്കി നോക്കി. 20, 21, 22, 23, 24, 25, 26, 27. 8 വർഷം അല്ലെങ്കിൽ 8 ഡീവിയേഷൻ. അല്ലെങ്കിൽ ഇങ്ങനെ നോക്കിയാൽ മതി. 26 7 ആണെങ്കിൽ 27 8 ആയിരിക്കും. ഡീവിയേഷൻ ഫ്രം ഇയർ ഓഫ് ഒറിജിൻ ആണ് എക്സ്. അപ്പൊ 29 27 8 അല്ലേ? അപ്പൊ 28 9, 29 10 അല്ലേ വരിക? അപ്പൊ 28 ഇല്ലല്ലോ, 29 ചോദിച്ചേക്കുന്നേ. അപ്പോ 27 8 ആണെങ്കിൽ 29 2029 9 ആവും അല്ലെ? സോറി, 2028 9 ആവും. 2029 10 ആവും. മാറിപ്പോയതാണ്, ശ്രദ്ധിക്കുക. ദെൻ ഇനി നമ്മൾ എക്സ് കിട്ടി, വൈ ഈസി ആയിട്ട് കാണാൻ പറ്റും, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ 122.57 പ്ലസ് 3.107 എക്സ് അല്ലേ? എക്സ് കിട്ടിയല്ലോ, 8ഉം 10ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 122.57 പ്ലസ് 3.107 ഇൻറ്റു 8. ഇവിടെ 122.57 പ്ലസ് ഇൻറ്റു 3.107 ഇൻറ്റു 10 ചെയ്ത് നോക്കാം. 3.107 ഇൻറ്റു 8 പ്ലസ് 122.57 എത്ര കിട്ടും? 147.43 എന്ന് കിട്ടും. ഏത് വർഷത്തെ? 2027. നിങ്ങൾ ചെയ്യുമ്പോഴും 2027ഉം 2029 ചെയ്യാൻ കേട്ടോ. ഇയർ ഓഫ് ഒറിജിൻ ഫസ്റ്റ് ഇയർ എടുത്തിട്ട്. അപ്പോൾ നിങ്ങൾക്ക് സെയിം ആൻസർ ആണ് കിട്ടുക. ഈ ആൻസർ സെയിം ആയാൽ മതി. ഈ ആൻസർ എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അല്ലാതെ എയും ബിയും സെയിം ആവില്ല കേട്ടോ. യെസ്. ഇനി അതേപോലെ തന്നെ 3.107 ഇൻറ്റു 10 പ്ലസ് 122.57 എത്ര കിട്ടും? 153.64 എന്ന് കിട്ടും. സോ നമ്മൾ 2027ലെയും 2029ലെയും ഡിമാൻഡിനെ, സെയിൽസിനെ ഫോർകാസ്റ്റ് ചെയ്തു ടൈം സീരീസ് ടെക്നിക് വെച്ച്, റിഗ്രഷൻ ടെക്നിക് വെച്ച്. മനസ്സിലാക്കി വെക്കാം. ഇതാണ് സിമ്പിൾ ആയിട്ട് ഏത് മെത്തേഡ്? ഡയറക്റ്റ് മെത്തേഡ്. ഏത് മെത്തേഡ് മക്കളെ? ഡയറക്റ്റ് മെത്തേഡ്. സോ ഡയറക്റ്റ് മെത്തേഡിൽ ഹോംവർക്ക് ആയിട്ട് ഷുവർ ആയിട്ട് ചെയ്യണേ. 2020 എടുക്കുക. എയും ബിയും ഡിഫറെന്റ് ആയിരിക്കും, പക്ഷെ എന്റെ ആൻസർ എന്റെ ആൻസർ ഇതാ 147.43ഉം 153.64ഉം കറക്റ്റ് ആയിട്ട് കിട്ടും. പക്ഷെ മനസ്സിലാക്കുക, നിങ്ങൾ ഇയർ ഓഫ് ഒറിജിൻ എടുക്കുമ്പോൾ ഈ എക്സ് മാറും കേട്ടോ. അല്ലേ? 2020 എടുക്കുന്നേ, അതനുസരിച്ച് എക്സ് മാറുകയും മനസ്സിലാക്കി വെക്കുക. യെസ്. സോ ഇതാണ് ഈസി ആയിട്ട് ഏത് മെത്തേഡ് മക്കളെ? ഡയറക്റ്റ് മെത്തേഡ്. അപ്പോ ഡാറ്റ ഏതായിരുന്നു? ഓഡാണ്. ഞാൻ വീണ്ടും പറയുന്നു, ഓഡാവുമ്പോ ഡയറക്റ്റോ ഓഡാണെങ്കിലും ഈവൻ ആണെങ്കിലും ഡയറക്റ്റ് മെത്തേഡ് സീനില്ലേ? ഷോർട്ട് കട്ടിനാണ് പ്രശ്നം വരിക. ഷോർട്ട് കട്ടിലാണ് പ്രോപ്പർ ആയിട്ട് നമ്മൾ ഓഡാണോ ഈവനാണ് നോക്കേണ്ടത്. ഇപ്പോൾ ഡയറക്റ്റ് മെത്തേഡിൽ ചെയ്തു അല്ലേ? ഇനി നമുക്ക് ഏതിൽ ചെയ്യാം? ഷോർട്ട് കട്ട് മെത്തേഡിൽ ചെയ്യാം. ഏതിൽ ചെയ്യാം മക്കളെ? ഷോർട്ട് കട്ട് മെത്തേഡ്. ഇതാണ് വളരെ ഈസി കേട്ടോ, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പക്ഷെ ചില കേസുകളിൽ നമുക്ക് ഷോർട്ട് കട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ഏത് കേസ് ഞാൻ പറയാം. ഷോർട്ട് കട്ട് മെത്തേഡ്. സോ ഷോർട്ട് കട്ട് മെത്തേഡ് ആവുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ക്വസ്റ്റ്യൻ വായിക്കുക. ഷോർട്ട് കട്ടിലാണെങ്കിലും ആൻസർ സെയിം ആയിരിക്കും കേട്ടോ, പ്രൂവ് ചെയ്ത് തരാം. ഷോർട്ട് കട്ടിലാണെങ്കിലും ആൻസർ സെയിം ആയിരിക്കും, പ്രൂവ് ചെയ്ത് തരാം. സോ ഷോർട്ട് കട്ട് ആവുമ്പോൾ ഡാറ്റ നോക്കണം. ഓഡാണോ ഈവനാ നോക്കണം. ഡാറ്റ ഏതാ? ഓഡാണ് അല്ലെ? ഡാറ്റ ഏതാണ് മക്കളെ? ഓഡാണ്. അപ്പോ ഓഡാകുമ്പോൾ ശ്രദ്ധിക്കണേ, ഓഡാകുമ്പോൾ ഓ ഡാറ്റയാണേ അത് മൈൻഡിൽ വെക്കാം. ഇനി എന്താണ് ഷോർട്ട് കട്ട് മെത്തേഡ് നോക്കാം. ഷോർട്ട് കട്ട് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, ശ്രദ്ധിക്കണേ, സിംപ്ലിഫൈഡ് ആക്കാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ റിഗ്രഷനെ സിംപ്ലിഫൈഡ് ആക്കാണ്. ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, ഷോർട്ട് കട്ട് മെത്തേഡിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സിഗ്മ എക്സിനെ 0 ആക്കണം. ശ്രദ്ധിക്കണേ, ചെയ്യുമ്പോൾ മനസ്സിലാവും മക്കൾ എങ്ങനെയാണ് സിഗ്മ എക്സിനെ 0 ആക്കുന്നൊക്കെ. ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, ഷോർട്ട് കട്ട് മെത്തേഡിന്റെ ഒബ്ജക്റ്റീവ് എന്താ മക്കളെ? സിഗ്മ എക്സിനെ എന്താക്കണം? 0 ആക്കണം. ഓക്കെ. അപ്പൊ നമ്മൾ എയും ബിയും കാണാൻ രണ്ട് ഇക്വേഷൻസ് യൂസ് ചെയ്യില്ലേ? എങ്ങനെയാ? സിഗ്മ വൈ ഈക്വൽ ടു NA പ്ലസ് ബി സിഗ്മ എക്സും സിഗ്മ എക്സ് വൈ ഈക്വൽ ടു A സിഗ്മ എക്സ് പ്ലസ് ബി സിഗ്മ എക്സ് സ്ക്വയറും. രണ്ട് ഇക്വേഷൻ യൂസ് ചെയ്യില്ലേ മക്കളെ? ആ ഇക്വേഷൻ നമ്മൾ സിംപ്ലിഫൈ ചെയ്യാണ്. ആ ഇക്വേഷൻ എന്ത് ചെയ്യാണ്? സിംപ്ലിഫൈ ചെയ്യാണ്. പറ, ഷോർട്ട് കട്ടിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? സിഗ്മ എക്സിനെ എന്താക്കണം? 0 ആക്കണം. അപ്പൊ ആലോചിച്ച് നോക്കിയേ, സിഗ്മ വൈ ഈക്വൽ ടു NA പ്ലസ് ബി സിഗ്മ എക്സ് അല്ലേ? ഇപ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, സിഗ്മ വൈ ഈക്വൽ ടു NA പ്ലസ് ഈ സിഗ്മ എക്സ് 0 ആയില്ലേ? സിഗ്മ എക്സ് 0 ആയില്ലേ? അപ്പൊ ബി സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ 0 അല്ലേ? അല്ലേ മക്കളെ? ഏതൊരു ഐറ്റത്തെയും 0 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 0 അല്ലേ മക്കളെ? 1 × 0 1 അല്ല, സോറി, 1 × 0 0, 1 lakh × 0 0.
അല്ലേ? ഏത് ഐറ്റത്തെയും നമ്മൾ 0 കൊണ്ട് ഇൻഡ് ചെയ്താൽ 0 ആയിരിക്കും. അപ്പോൾ ബി സിഗ്മ എക്സ് 0 ആയിട്ട് പോയി, കാരണം ബി ഇൻറ്റു സിഗ്മ എക്സ് ആണ്. സിഗ്മ എക്സ് എന്ന് പറയുമ്പോൾ 0 ആണെങ്കിൽ ബി ഇൻറ്റു 0 0 ആയിരിക്കും. സോ സിഗ്മ വൈ ഈക്വൽ ടു എൻ എ പ്ലസ് 0 എന്ന് വരും. ദാറ്റ് ഈസ് നമുക്ക് എയും ബി അല്ലേ കാണേണ്ടത്. അപ്പോൾ എ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, എങ്ങനെ കാണാം? എ ഈക്വൽ ടു ഈ എഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുപോയ പോരെ, അപ്പൊ ഡിവൈഡ് ബൈ ആവില്ലേ? സോ സിഗ്മ വൈ ഇവിടെ ഓൾറെഡി ഉണ്ട്, ഈ ഡിവൈഡഡ് ബൈ എൻ എന്ന് വരും. സോ എ ഈക്വൽ ടു സിഗ്മ വൈ ബൈ എൻ എന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എ കാണാൻ പറ്റും. നേരത്തെ പോലെ കോമൺ ഫാക്ടർ ഒന്നും കാണേണ്ട ആവശ്യമില്ല. അതാണ് ഷോർട്ട് കട്ടിന്റെ ഇമ്പോർട്ടൻസ്. നേരത്തെ പോലെ കോമൺ ഫാക്ടർ കാണേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എ കാണാൻ പറ്റും. പറ, എന്താണ് ഇവിടുത്തെ ഒബ്ജക്റ്റീവ്? സിഗ്മ എക്സിനെ 0 ആക്കിയാൽ മതി. സിഗ്മ എക്സിനെ 0 ആക്കിയാൽ മതി. സോ എ ഈക്വൽ ടു സിഗ്മ വൈ ഡിവൈഡഡ് ബൈ എൻ എന്ന് വരും. അതേപോലെ തന്നെ സെക്കൻഡ് ഇക്വേഷൻ നോക്കിയേ, സിഗ്മ എക്സ് വൈ ഈക്വൽ ടു എ സിഗ്മ എക്സ് പ്ലസ് ബി സിഗ്മ എക്സ് സ്ക്വയർ അല്ലേ? നമ്മൾ ആര് 0 ആക്കി? സിഗ്മ എക്സിനെ 0 ആക്കിയില്ലേ? അപ്പൊ എ ഇൻറ്റു 0 0 അല്ലേ വരിക? ദാറ്റ് ഈസ് സിഗ്മ എക്സ് വൈ ഈക്വൽ ടു 0. എങ്ങനെ 0 ആയേ? എ ഇൻറ്റു സിഗ്മ എക്സ് 0, എ ഇൻറ്റു 0 0 പ്ലസ് ബി സിഗ്മ എക്സ് സ്ക്വയർ. ദാറ്റ് ഈസ് ബി ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? ഇവിടെ ഓൾറെഡി സിഗ്മ എക്സ് വൈ ഉണ്ട്, ഈ സിഗ്മ എക്സ് സ്ക്വയർ എങ്ങോട്ട് കൊണ്ട് ഡിവൈഡ് അല്ലെ? ഡിവൈഡ് ആയില്ലേ? സോ ബി ഈക്വൽ ടു സിഗ്മ എക്സ് വൈ ഡിവൈഡഡ് ബൈ സിഗ്മ എക്സ് സ്ക്വയർ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഷോർട്ട് കട്ടിൽ നമുക്ക് കോമൺ ഫാക്ടർ കണ്ട് അങ്ങനെ കുറയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ് ആയിട്ട് എയും കിട്ടും, ഡയറക്റ്റ് ആയിട്ട് ബിയും കിട്ടും. എങ്ങനെ എ കിട്ടുക? സിഗ്മ വൈ ഡിവൈഡഡ് ബൈ എൻ. ബി എങ്ങനെ കിട്ടുക? സിഗ്മ എക്സ് വൈ ഡിവൈഡഡ് ബൈ സിഗ്മ എക്സ് സ്ക്വയർ. മനസ്സിലാക്കി വെക്കാം. ഇതാണ് ഏത് മെത്തേഡ്? ഷോർട്ട് കട്ട് മെത്തേഡ്. നമുക്ക് നോക്കാം ഇനി എങ്ങനെയാണ് സിഗ്മ എക്സിനെ 0 ആക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. ശ്രദ്ധിക്കണേ, സിഗ്മ എക്സിനെ 0 ആക്കുന്ന കാര്യങ്ങൾ നോക്കാം. ശ്രദ്ധിച്ചിരിക്കണേ. യെസ്, സോ ഷോർട്ട് കട്ട് മെത്തേഡ് ആണ്. ഷോർട്ട് കട്ട് മെത്തേഡ് ആകുമ്പോൾ നമ്മൾ ഓഡ് ആണോ ഈവൻ ആണോ എന്ന് പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. ഇവിടെ ഓഡാ ഈവനാ? ഓഡാണ്. ഓക്കെ, ഓഡ് ആണെങ്കിൽ ശ്രദ്ധിക്കണേ, ഒബ്ജക്റ്റീവ് എന്താ? ഒബ്ജക്റ്റീവ് എന്താ? സിഗ്മ എക്സിനെ എന്താക്കുക? 0 ആക്കുക. ഓഡ് ആണെങ്കിൽ കറക്റ്റ് ആയിട്ട് ഒരു മിഡ് പോയിന്റ് ഉണ്ടാവും അല്ലേ? നിങ്ങൾ ആലോചിക്കുക, എന്താ മിഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ? ഈ മിഡ് പോയിന്റ് മുകളിലോട്ടും 3 ഐറ്റം, മിഡ് പോയിന്റ് താഴോട്ടും 3 ഐറ്റം അല്ലേ? ഓഡ് ആകുമ്പോൾ എപ്പോഴും അവിടെ മിഡ് പോയിന്റ് ഉണ്ടാവും. മനസ്സിലാക്കി വെക്കുക. ഓഡ് ഡാറ്റയാണോ മിഡ് പോയിന്റ് ഉണ്ടാവും, സെന്റർ പോയിന്റ് ഉണ്ടാവും. ഈവൻ ആകുമ്പോഴാണ് ഇഷ്യൂ വരിക, മിഡ് പോയിന്റ് ഉണ്ടാവില്ലേ. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് പറയാം. സോ ഓഡ് ഡാറ്റ ആകുമ്പോൾ കുറച്ചുകൂടി സിംപ്ലിഫൈഡ് ആണ്. നമുക്ക് എക്സാക്ട് എന്തുണ്ടാവും മക്കളെ? മിഡ് പോയിന്റ് ഉണ്ടാവും. ഈ മിഡ് പോയിന്റിനെയാണ് നമ്മൾ ഇയർ ഓഫ് ഒറിജിൻ ആക്കി എടുക്കേണ്ടത്. അപ്പൊ മിഡ് പോയിന്റിനെ ഇയർ ഓഫ് ഒറിജിൻ ആക്കി എടുത്താൽ സിഗ്മ എക്സ് 0 ആയിട്ട് പോകും ഓട്ടോമാറ്റിക്കലി. പറയാം, ഓഡ് ഡാറ്റയാണ്, ഓഡ് ഡാറ്റയാണ്. എക്സാക്ട് എന്തുണ്ടാവും മക്കളെ? ഷോർട്ട് കട്ട് ആണ് ചെയ്യുന്നത്. മിഡ് പോയിന്റ് ഉണ്ടാവും. മിഡ് പോയിന്റ് ആണ് ഇയർ ഓഫ് ഒറിജിൻ ആക്കി എടുക്കേണ്ടത്. അപ്പോ മിഡ് പോയിന്റിനെ ഇയർ ഓഫ് ഒറിജിൻ ആക്കി എടുത്താൽ അല്ലേ 23 to 23 0 അല്ലേ? അല്ലേ മക്കളെ? 23 to 23 ഡീവിയേഷൻ ഒന്നുമില്ല. ദെൻ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 23 to 24 1 ഡീവിയേഷൻ അല്ലേ? ഈ മിഡ് പോയിന്റ് അല്ലേ ഇയർ ഓഫ് ഒറിജിന്? 23 24 1 ഡീവിയേഷൻ, 23 25 2 ഡീവിയേഷൻ, 23 26 3 ഡീവിയേഷൻ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? ഇനി ചെയ്ത് നോക്കിയേ, ഇനി എങ്ങനെയാ മെഗലോട്ട് വരിക? 23 22 അല്ലേ? മൈനസ് അല്ലേ വരിക? 23 to 24 പ്ലസ് ആണെങ്കിൽ 23 22 മൈനസ്. ഓപ്പോസിറ്റിൽ പോകുന്നത് മക്കളെ. സോ ഡിഫറൻസ് -1 -2 -3 ഇങ്ങനെ വരും. -1 -2 -3. അപ്പോ ഏതാ മെത്തേഡ് പറ? ഷോർട്ട് കട്ട് മെത്തേഡ്. ഒബ്ജക്റ്റീവ് സിഗ്മ എക്സിനെ 0 ആക്കണം. സിഗ്മ എക്സിനെ 0 ആക്കണമെങ്കിൽ ഓ ഡാറ്റയാണ്, എക്സാൻഡ് എന്തുണ്ടാവും? മിഡ് പോയിന്റ് ഉണ്ടാവും. അതിനെ ഇയർ ഓഫ് ഒറിജിൻ ആക്കി എടുക്കുക. ദെൻ ഡീവിയേഷൻസ് കാണാം. മുകളിലോട്ട് മൈനസ് വരും, താഴോട്ട് പ്ലസ് വരും. എപ്പോഴും അങ്ങനെ തന്നെ വരുള്ളൂ. മനസ്സിലാക്കി വെക്കുക. സോ -1 -2 -3 +1 +2 +3. ഓക്കെ അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, -3ക്കും +3യും വെട്ടിപ്പോയി, -2ഉം +2ഉം വെട്ടിപ്പോയി, -1ഉം 1ഉം വെട്ടിപ്പോയി, 0 അല്ലേ? സിഗ്മ എക്സിനെ നമ്മൾ 0 ആക്കി. ഓക്കെ, സിഗ്മ എക്സിനെ 0 ആക്കിയാൽ വളരെ ഈസി ആയി. മനസ്സിലാക്കി വെക്കുക. ഇനി y അതേപോലെ തന്നെ ഡാറ്റ സെയിം ഡാറ്റയാണ്. 125 128 133 135 140 141 143 കൂട്ടുക. 120 നമ്മൾ നേരത്തെ കൂട്ടിയാണ്, പക്ഷെ എന്നാലും 125 പ്ലസ് 128 പ്ലസ് 133 പ്ലസ് 135 പ്ലസ് 140 പ്ലസ് 141 പ്ലസ് 143 945. എക്സ് സ്ക്വയർ കാണാം അല്ലേ? -3 ഇൻറ്റു -3 പ്ലസ് ആവില്ലേ? സ്ക്വയർ എടുക്കുന്ന തന്നെ പോസിറ്റീവ് ആവാൻ വേണ്ടിയാ. -3 ഇൻറ്റു -3 പ്ലസ് 9 അല്ലേ? 3 ഇൻറ്റു 3 എന്ന് പറഞ്ഞാലും -3 ഇൻറ്റു -3 എന്ന് പറഞ്ഞാലും എക്സാക്ട് സെയിം ആണ്. സോ -3 ഇൻറ്റു -3യുടെ സ്ക്വയർ 9, -2യുടെ സ്ക്വയർ -2 ഇൻറ്റു -2 പ്ലസ് 4, -1 ഇൻറ്റു -1 1 0 0 1 ഇൻറ്റു 1 1
2 into 2 4, 3 into 3 9 സ്ക്വയർ എടുത്തു. ദെൻ എക്സ് വൈ, എക്സും വൈയും ഇൻറ്റു ചെയ്യാം. -3 into 125. ഇവിടെ -3 into -125 അല്ല 125 ആണ്. മൈനസും പ്ലസും മൈനസ് ആണ്. സോ 3 into 125 എത്രയാ? -375. ഈ മൈനസ് വരില്ലേ മക്കളെ? ദെൻ 2 into 128 -256. ഈ മൈനസ് -1 into 133 -133. 0 into 135 0. 1 into 140 140. 2 into 141 282. 3 into 143 429. ഓക്കെ അല്ലേ? ഇനി ടോട്ടൽ ചെയ്യാം. സിഗ്മ എക്സ് നമുക്ക് ഓൾറെഡി കിട്ടി. വൈ ടോട്ടൽ ചെയ്തു നമ്മൾ ഓൾറെഡി. എക്സ് സ്ക്വയർ ടോട്ടൽ ചെയ്യാം. 9 + 4 + 9 + 4 + 1 + 1 + 4 + 9 28 എന്ന് വരും. ദെൻ ഇതെങ്ങനെ ആഡ് ചെയ്യാം? ആദ്യം പോസിറ്റീവ് എല്ലാം ആഡ് ചെയ്യാം. ദെൻ നെഗറ്റീവ് കുറച്ചാൽ പോരെ? 140 + 282 + 429 പോസിറ്റീവ് എല്ലാം ആഡ് ചെയ്തു. ഇനി നെഗറ്റീവ് കുറയ്ക്കുക. 375 കുറച്ചു, 256 കുറച്ചു, ദെൻ 133 കുറച്ചു. അപ്പൊ എത്ര കിട്ടി? 87 എന്ന് കിട്ടി. ഓക്കെ അല്ലേ മക്കളെ? ഇനി എയും ബിയും കമ്പ്യൂട്ട് ചെയ്യാം. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അവിടെ കോമൺ ഫാക്ടർ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എയും ബിയും കമ്പ്യൂട്ട് ചെയ്താൽ മാത്രം മതി. എ ഈക്വൽ ടു എന്താ? സിഗ്മ വൈ ബൈ എൻ. ഇതെങ്ങനെ ഡെറൈവ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. റിഗ്രഷൻ ആണ് ഡിറൈവ് ചെയ്യുന്നത്. സിഗ്മ എക്സിനെ 0 ആക്കി. സോ എ ഈക്വൽ ടു സിഗ്മ വൈ ബൈ എൻ. സോ സിഗ്മ വൈ എത്രയാണ്? 945 ആണ്. എങ്ങനെ 945? ഈ 945. നമ്പർ ഓഫ് ഐറ്റംസ് 7 അല്ലേ മക്കളെ? 1 2 3 4 5 6 7 7. സോ 945 ഡിവൈഡഡ് ബൈ 7 എത്ര വരും? 135 എന്ന് വരും. ദെൻ ഇനി സിഗ്മ എക്സ് വൈ എത്ര വരും? സിഗ്മ എക്സ് വൈ 87 അല്ലേ? സോ 87 ഡിവൈഡ് ബൈ സിഗ്മ എക്സ് സ്ക്വയർ എത്രയാ? 28. സോ 87 ഡിവൈഡ് ബൈ 28 3.107 എന്ന് വരും. സോ എയും കിട്ടി, ബിയും കിട്ടി. നേരത്തെ പോലെ കുറയ്ക്കുക, കോമൺ ഫാക്ടർ കാണുക, ചെറുതുകൊണ്ട് ഇൻഡ്യൂ ചെയ്യുക, അങ്ങനത്തെ യാതൊരു ആവശ്യമില്ല. മനസ്സിലാക്കി വെക്കുക. അതാണ് ഷോർട്ട് കട്ട് മെത്തേഡ് എന്ന് പറഞ്ഞത്. സോ കിട്ടിയല്ലോ നമുക്ക് എയും ബിയും. y ഈക്വൽ ടു എ പ്ലസ് ബി എക്സ് ആണ്. എത്ര കിട്ടി? 135. ബി എത്ര കിട്ടി? 3.107 എക്സ്. ഇനി എന്ത് ചെയ്താൽ മതി? നമുക്ക് 2027 നേരത്തെ ഇതേപോലെ തന്നെ ആയിരുന്നേ. 2027 2029 ഡിമാൻഡ് എന്ത് ചെയ്യണം? ഫോർകാസ്റ്റിംഗ് നടത്തണം. അപ്പോ എക്സ് എന്ന് വെച്ചാൽ എന്താ? ഡീവിയേഷൻ ഫ്രം ദി ഇയർ ഓഫ് ഒറിജിൻ അല്ലേ? എക്സ് അതല്ലേ? ഡീവിയേഷൻ ഫ്രം ദി ഇയർ ഓഫ് ഒറിജിൻ. അപ്പൊ ഇയർ ഓഫ് ഒറിജിൻ മിഡ് പോയിന്റ് അല്ലേ? 23 അല്ലേ? അപ്പൊ 23 to 27 എത്രയുണ്ട്? 4 ഡീവിയേഷൻ അല്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ നോക്കിയാൽ മതി. 26 3 അല്ലേ? അല്ലേ? 26 3 അല്ലേ? അപ്പൊ 27 4 ആവില്ലേ? 26 3 ആണെങ്കിൽ 26 3 ആണെങ്കിൽ 27 എത്രയായിരിക്കും? 4 ആയിരിക്കും. അല്ലെങ്കിൽ 23 മുതലല്ലേ ചെയ്യേണ്ടത്? അപ്പോ 24 25 26 27 4 എന്ന് വരും. സോ 4 ഡീവിയേഷൻ. ദെൻ 29 27 4 28 5 29 6 മനസ്സിലാക്കി വെക്കുക. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 135 + 3.107 into 4. So 3.107 into 4 plus 135 147.43. Then 3.107 into 6 plus 135 153.64. നിങ്ങൾ ആലോചിച്ച് നോക്കി. നമുക്ക് നേരത്തെ ഈ സെയിം ആൻസർ കിട്ടിയിരുന്നേ. നോക്കി നോക്ക്. നമുക്ക് നേരത്തെയും ഇവിടെ നോക്ക് 147 ഡാർക്ക് മെത്തേഡിൽ 147.43 153.64. ഇവിടെയോ 147.43 153.64. മനസ്സിലാക്കി വെക്കുക. എൻഡ് ആൻസർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. പക്ഷെ എയും ബിയും സെയിം ആണെന്ന് വാശി പിടിക്കരുത് കേട്ടോ. മനസ്സിലാക്കി വെക്കുക. സോ ഇതാണ് ഡയറക്റ്റ് മെത്തേഡും ഷോർട്ട് കട്ട് മെത്തേഡും. ഏത് ഡാറ്റ ആകുമ്പോ? ഓഡ് ഡാറ്റ ആകുമ്പോ. ഇത് ഓക്കെ ആണെന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. ഓക്കെ മക്കളെ. സോ നമുക്കിനി ഓഡ് ഡാറ്റ ആവുമ്പോ ഡയറക്റ്റ് മെത്തേഡിലും ചെയ്തു, ഷോർട്ട് കട്ടിലും ചെയ്തു. ഇനി നമുക്ക് ഏത് ഡാറ്റ നോക്കാം? ഈവൻ ഡാറ്റ നോക്കാം. ഏത് ഡാറ്റ മക്കളെ? ഈവൻ. ഞാൻ വീണ്ടും പറയുന്നു, ഡയറക്റ്റ് മെത്തേഡിൽ ശരിക്കും ഓഡ് ആണോ ഈവനോ നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഷോർട്ട് കട്ടിലാണ് ഇത് കറക്റ്റ് ആയിട്ട് നോക്കേണ്ടത്. മനസ്സിലാക്കുക. കാരണം ഷോർട്ട് കട്ടിൽ ഓഡ് ആവുമ്പോൾ കറക്റ്റ് മിഡ് പോയിന്റ് ഉണ്ടാവും, ഈവൻ ആവുമ്പോൾ മിഡ് പോയിന്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പറയുന്നത്. പറയാം, ഈ എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ശ്രദ്ധിക്കാം. സോ ഇയർ സെയിൽസ് ടൈം സീരീസ് ആണ്. ഇയറിന്റെ ബേസിലാണ് ഡാറ്റ കളക്ട് ചെയ്തിരിക്കുന്നത്. ഇതിനനുസരിച്ച് ഫ്യൂച്ചറിനെ പ്രെഡിക്റ്റ് ചെയ്യണം. സോ 21 22 23 24 25 ആൻഡ് 26 സെയിൽസ് ഇപ്പൊ ലാക്സിലാന്ന് വിചാരിക്കാം. 5 lakh 7 lakh 9 lakh 10 lakh 12 lakh ആൻഡ് 17 lakh. ഞാൻ പറഞ്ഞു നമ്മൾ ഡാർക്ക് മെത്തേഡിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഡാർക്ക് മെത്തേഡ് ആകുമ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിന്റെ പ്രീവിയസ് ഇയർ ഓഫ് ഒറിജിൻ ആക്കി എടുക്കാം, അല്ലെങ്കിൽ ഫസ്റ്റ് ഇയറിനെ ഇയർ ഓഫ് ഒറിജിൻ ആക്കി എടുക്കാം. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ
ഫസ്റ്റ് ഇയറിന്റെ പ്രീവിയസ് ഇയറിനെ ഒറിജിനൽ ആക്കി എടുത്തു അല്ലേ. സോ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ കേട്ടോ. ഞാൻ ഈ ക്വസ്റ്റ്യന് ഒന്ന് വെറൈറ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ഇയറിനെ ഇയർ ഓഫ് ഒറിജിനൽ ആക്കി എടുക്കുന്നു അല്ലേ. നേരത്തെ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ഇയറിന്റെ പ്രീവിയസ് ഇയറിനെ ഇയർ ഓഫ് ഒറിജിനൽ ആക്കി എടുത്തു. ദെൻ ഫസ്റ്റ് ഇയർ ഹോംവർക്ക് ആയി ചെയ്യാൻ പറഞ്ഞു. അതേപോലെ ഇവിടെ ഫസ്റ്റ് ഇയറിനെ ഞാൻ ചെയ്യും, ദെൻ ഫസ്റ്റ് ഇയറിന്റെ പ്രീവിയസ് ഇയറിനെ നിങ്ങൾ ഹോംവർക്ക് ആയി ചെയ്യാം. എങ്ങനെയാണെങ്കിലും ലാസ്റ്റ് എന്റെ ആൻസർ എന്തായിരിക്കും മക്കളെ, സെയിം ആയിരിക്കും. മനസ്സിലാക്കി വെക്കുക. സോ ഡയറക്റ്റ് മെത്തേഡ് ആണ്. സോ ഞാൻ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ഇയറിനെ എന്ന് പറഞ്ഞാൽ 2021 ആണ് ഫസ്റ്റ് ഇയർ. അതിന്റെ പ്രീവിയസ് ഇയർ 2020 ആണ് പ്രീവിയസ് ആയിട്ട് വരിക. അപ്പൊ നിങ്ങൾ ഹോംവർക്ക് ആയി ചെയ്യുമ്പോൾ 2020 ചെയ്യുക ഫസ്റ്റ് ഇയറിന്റെ പ്രീവിയസ് ഇയറിനെ. ഞാൻ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ഇയറിനെ ഇയർ ഓഫ് ഒറിജിനൽ ആക്കി എടുക്കുന്നു. മനസ്സിലാക്കി വെക്കുക. യെസ്, നമുക്ക് ആദ്യം ഇതിൽ ചെയ്യാം, ഡയറക്റ്റ് മെത്തേഡിൽ ചെയ്യാം. ഓക്കെ, ഡയറക്റ്റ് മെത്തേഡിൽ. സോ ഇവിടുത്തെ ഇയർ ഓഫ് ഒറിജിൻ 2021, നമ്മൾ ഫസ്റ്റ് ഇയറിൽ എടുക്കുന്നത് 2021. ഓക്കെ, സോ ഡയറക്റ്റ് മെത്തേഡിലാണ്. സോ സെയിം കോളംസ്. ഏതൊക്കെയാ കോളംസ്? ഇയർ, എക്സ് മീൻസ് ഡീവിയേഷൻ ഫ്രം ദി ഇയർ ഓഫ് ഒറിജിൻ, വൈ മീൻസ് സെയിൽസ്, എക്സ് സ്ക്വയർ എക്സ് വൈ. ശ്രദ്ധിക്കാം. സോ 2021, 22, 23, 24, 25 ആൻഡ് 26. ഞാൻ എന്ത് ചെയ്യുന്നു, പറ. 2021നെയാണ് ഫസ്റ്റ് ഇയറിനെയാണ് ഇയർ ഓഫ് ഒറിജിൻ ആക്കി എടുക്കുന്നത്. ഓക്കെ, ഇയർ ഓഫ് ഒറിജിൻ ഏതാണ്? 2021. അപ്പൊ 2021 to 21 0 അല്ലെ, ഡീവിയേഷൻ ഇല്ല. 22 1 വരും, 23 2, 24 3. ഇതെങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായില്ലേ? ഡീവിയേഷൻ 24 3, 1 മിനിറ്റ്. ഓക്കെ, 24 3 എന്ന് വരും, 25 4, 26 5. മനസ്സിലാക്കുക, ഇയർ ഓഫ് ഒറിജിൻ ഏതാണ്? ഫസ്റ്റ് ഇയർ ആണ്. ഇനി നിങ്ങൾ ചെയ്യുമ്പോൾ എങ്ങനെ വരും അറിയോ? 2020 എടുക്കുന്നത്. അപ്പോൾ ഇവിടെ 1 വരും, 2 വരും, 3 വരും, 4 വരും, 5 വരും, 6 വരും. മനസ്സിലാക്കി വെക്കാം. വൈ നമുക്കറിയാലോ, 5 7 9 10 12 17. 5 7 9 10 12 17. സ്ക്വയർ, 0ന്റെ സ്ക്വയർ 0, 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4, 3ന്റെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ 16, 5ന്റെ സ്ക്വയർ 25. ദെൻ എക്സ് ഇൻറ്റു വൈ, വൈ ഇൻറ്റു എക്സ്. എങ്ങനെ ചെയ്യാം? 0 ഇൻറ്റു 5 0, 1 ഇൻറ്റു 7 7, 2 ഇൻറ്റു 9 18, 3 ഇൻറ്റു 10 30, 4 ഇൻറ്റു 12 എത്രയാ? 4 ഇൻറ്റു 12 48, 5 ഇൻറ്റു 17, 5 ഇൻറ്റു 17 85. എല്ലാം കിട്ടി. ടോട്ടൽ ചെയ്യാം. സിഗ്മ എക്സ് 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 പ്ലസ് 5. സിഗ്മ എക്സ് 15 വരും. 5 പ്ലസ് 7 പ്ലസ് 9 പ്ലസ് 10 പ്ലസ് 12 പ്ലസ് 17. സിഗ്മ വൈ 16 വരും. 1 പ്ലസ് 4 പ്ലസ് 9 പ്ലസ് 16 പ്ലസ് 25. സിഗ്മ എക്സ് സ്ക്വയർ 55 എന്ന് വരും. ദെൻ 7 പ്ലസ് 18 പ്ലസ് 30 പ്ലസ് 48 പ്ലസ് 85 എത്ര വരും? 188 വരും സിഗ്മ എക്സ് വൈ. സോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഡയറക്റ്റ് മെത്തേഡ് ആണ്. റിഗ്രഷൻ ഇക്വേഷൻ y on x, y is equal to a plus bx. So compute a and b. എങ്ങനെ a and b കാണുക? സിഗ്മ y is equal to na plus b sigma x. സിഗ്മ എക്സ് വൈ is equal to a sigma x plus b sigma x square. സോ ചെയ്യാം നമുക്ക് ഓരോന്ന്. സോ എത്രയാണ് സിഗ്മ y നോക്കൂ. സിഗ്മ y 60. 60 is equal to 6 അല്ലേ? എത്ര ആയിട്ടുണ്ട് നോക്കൂ. 1 2 3 4 5 6 6 അല്ലേ? അപ്പോ 6a പ്ലസ് സിഗ്മ എക്സ് 15. അപ്പോ 15b. ഓക്കെ അല്ലേ? സെക്കൻഡ് ഇക്വേഷൻ സിഗ്മ എക്സ് വൈ 188. സോ 188 is equal to then a sigma x 15a plus b sigma x square 55b. ഓക്കെ അല്ലേ? രണ്ടിനെ ഈക്വൽ ആക്കാം. ഈക്വൽ ആക്കാൻ കോമൺ ഫാക്ടർ എടുക്കാം. നമ്മൾ നോർമലി എനെയാണ് 0 ആക്കാം, ഇവിടെ നമുക്ക് എനെ 0 ആക്കാം. സോ കോമൺ ഫാക്ടർ എടുക്കുന്നു. എയുടെ കൂടെയുള്ള ഐറ്റംസ് നോക്കുക, വലുതെന്ന് ചെറുത് ഡിവൈഡ് ചെയ്യാം. സോ 15 ഡിവൈഡ് ബൈ 6 എത്ര വരും? 2.5. ആ കോമൺ ഫാക്ടറിനെ ചെറിയ ഇക്വേഷൻ വെച്ച് ഇൻറ്റു ചെയ്യാം. ഓക്കെ, അപ്പൊ ചെറിയ ഇക്വേഷൻ ഇതാണ്, ഇൻറ്റു 2.5. എങ്ങനെ വരും? 60 ഇൻറ്റു 2.5 150. 6 ഇൻറ്റു 2.5 15a. 15 ഇൻറ്റു 2.5 37.5b. ദെൻ സെക്കൻഡ് ഇക്വേഷൻ അതേപോലെ എടുത്ത് എഴുതാം. 188 is equal to 15a plus 55b. വലുതെന്ന് ചെറുത് കുറയ്ക്കാം. സോ 2 minus 1. 188 minus 150 38 അല്ലേ? 188 minus 150 38. എന്നെ 0 ആക്കിയില്ലേ? ദെൻ 55 minus 37, 55 minus 37.5 17.5b എന്ന് വരും. ദാറ്റ് ഇസ് b is equal to 38 അവിടെ ഉണ്ട്, 17.5 ഇങ്ങോട്ട് കൊണ്ടുവരാം. സോ
സോ 38 ഡിവൈഡ് ബൈ 17.5 എത്ര വരും പറ 2.17. സോ ബി കിട്ടി. എത്രയാണ് 2.17. ഇനി എ കാണാലോ. എന്ത് ചെയ്താൽ മതി, ഏതെങ്കിലും ഇക്വേഷൻ എടുക്കുക, ബിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എ കിട്ടിക്കോളും. സോ ഫസ്റ്റ് ഇക്വേഷൻ എടുക്കുന്നു. 60 is equal to 6a plus 15b അല്ലേ, അവിടെ ബിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 60 is equal to 6a plus 15 into 2.17 എന്ന് പറഞ്ഞാൽ 32.55 എന്ന് വരും. ദെൻ ഇതിനങ്ങോട്ട് കൊണ്ടുവരിക, മൈനസ് ആയി മാറും. സോ 60 മൈനസ് 32.55 27.45 ആവും. സോ 60 is equal to 6 എവിടെ ഉണ്ടല്ലോ, 60 is equal to 27.45. ദാറ്റ് ഈസ് a is equal to ഡിവൈഡ് ബൈ 6 ചെയ്താൽ പോരെ, 4.575 എന്ന് വരും. ഓക്കെ, സോ എയും കിട്ടി ബിയും കിട്ടി. മനസ്സിലാക്കുക, എയും കിട്ടി ബിയും കിട്ടി. എ എത്രയാ 4.575, ബി എത്രയാ 2.17. ദെൻ നമുക്കറിയാം y is equal to എന്താ, a plus bx സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ. സോ y is equal to a എത്രയാ 4.575 പ്ലസ് ബി എത്രയാ 2.17x എന്ന് വരും. യെസ്, ഇനി എന്ത് ചെയ്യണം എനിക്ക്, സോ ഇപ്പൊ ജസ്റ്റ് നമ്മൾ എയും ബിയും റിഗ്രഷൻ ഇക്വേഷൻ ഫിറ്റ് ചെയ്തു. ഇനി നമുക്ക് റിഗ്രഷൻ അല്ല, സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ ഫിറ്റ് ചെയ്തു. y is equal to a plus bx. ഇനി ഫോർകാസ്റ്റ് ചെയ്യണം. നമുക്ക് ഏതൊക്കെ വർഷം വേണമെന്ന് വിചാരിക്കുക, 2000. ഇപ്പൊ ക്വസ്റ്റ്യൻ പറയും കേട്ടോ, നിങ്ങൾക്ക് ഏത് വർഷമാണോ ഫോർകാസ്റ്റ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ പറയുകയും ഇത് അസ്യൂം ചെയ്താണ്. 27ഉം 2030 ഫോർകാസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. 27ഉം 2030 ഇപ്പൊ എങ്ങനെ വരിക, 26 5 അല്ലേ, 26 5 ആണെങ്കിൽ 27 എത്രയായിരിക്കും, 6 ആയിരിക്കും അല്ലേ മക്കളെ, 27 എത്രയായിരിക്കും, 6 ആയിരിക്കും. അല്ലെങ്കിൽ ഇയർ ഓഫ് ബർത്തിന് ഏതാ 21 അല്ലേ, അപ്പോ നോക്കിയേ 21 അല്ലേ, 22 23 24 25 26 27 6 ഡീവിയേഷൻ വരും. അപ്പോൾ 27 6 ഡീവിയേഷൻ ആണെങ്കിൽ 2039 ആവില്ലേ, കാരണം 28 7 അല്ലേ മക്കളെ, 28 ഇവിടെ എഴുതി വെക്കാം, അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരും. ഇപ്പൊ 27 6 ആണെങ്കിൽ 28 7 29 8 39 അല്ലേ വരിക. മനസ്സിലായ മക്കളെ, 9 അല്ലേ വരിക. അല്ലെങ്കിൽ ഇവ തമ്മിൽ ഡിഫറൻസ് നോക്കിയാൽ മതി, 3 വർഷത്തെ ഗ്യാപ്പ് അല്ലേ, 6 + 3 9, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. സോ 2027 6 കിട്ടി, 2030 എത്രയാണ് 9 ആണ്. മനസ്സിലാക്കുക, ഓക്കെ ആണെന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ 4.575 പ്ലസ് 2.17 into 6. സോ 2.17 into 6 പ്ലസ് 4.575 17.595 എന്ന് വരും. ദെൻ 2.17 into 9 പ്ലസ് 4.575 24.105 എന്ന് വരും. സോ മനസ്സിലാക്കി വെക്കുക, 2 വർഷത്തെയും സെയിൽസിനെ ഫോർകാസ്റ്റ് ചെയ്തു പാസ്റ്റ് ഡാറ്റയുടെ ബേസിൽ. ദിസ് ഇസ് വാട്ട് ടൈം സീരീസ് അനാലിസിസ്. ഓക്കെ, സോ ഇതാണ് ഏത് മെത്തേഡ്, ഡയറക്റ്റ് മെത്തേഡ്. ഓക്കെ, ഡയറക്റ്റ് മെത്തേഡ്. ഞാൻ വീണ്ടും പറയുന്നു, ഡാറ്റ ഈവൻ ആണ്, പക്ഷെ ഡയറക്റ്റ് മെത്തേഡിൽ ഈവൻ ആണോ ഓടേണ്ട ആവശ്യം നോക്കേണ്ട ആവശ്യം വരുന്നില്ല. ഷോർട്ട് കട്ടിലാണ് അതിന്റെ ഇമ്പോർട്ടൻസ് വരിക. ഇനി നമുക്ക് ഏതിൽ ചെയ്യാം, ഷോർട്ട് കട്ട് മെത്തേഡിൽ ചെയ്യാം. ഓക്കെ, ഷോർട്ട് കട്ടിന്റെ മെത്തേഡിന്റെ ഒബ്ജക്റ്റീവ് എപ്പോഴും മനസ്സിലാക്കുക, സിഗ്മ എക്സിനെ 0 ആക്കുന്നുള്ളതാണ്. സോ എ is equal to സിഗ്മ y by n ഉം ബി is equal to സിഗ്മ എക്സ് ബൈ സിഗ്മ എക്സ് സ്ക്വയറും. അതിലൊന്നും മാറ്റില്ല കേട്ടോ മക്കളെ. ഷോർട്ട് കട്ടിൽ എപ്പോഴും എയും ബിയും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇനി ശ്രദ്ധിക്കണേ, ഇനി ഷോർട്ട് കട്ടിലാണ് ചെയ്യുന്നത്. ഏതിലാണ് ചെയ്യുന്നത്, ഷോർട്ട് കട്ട്. ഷോർട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ഒബ്ജക്റ്റീവ് എന്താണ്, സിഗ്മ എക്സിനെ എന്താക്കണം പറ, 0 ആക്കണം അല്ലെ. ഒബ്ജക്റ്റീവ് എന്താണ്, സിഗ്മ എക്സിനെ 0 ആക്കണം. അപ്പോ സിഗ്മ എക്സിനെ 0 ആക്കണമെങ്കിൽ എക്സാക്ട് മിഡ് പോയിന്റ് വേണ്ടേ. നേരത്തെ ഓഡ് ആവുമ്പോൾ എക്സാക്ട് മിഡ് പോയിന്റ് ഇടാണ്ട് നമുക്ക് എക്സാക്ട് 0 ആക്കായിരുന്നു. ഇവിടെ എക്സാക്ട് മിഡ് പോയിന്റ് ഇല്ല. ഓക്കെ, 23 മിഡ് പോയിന്റ് ആണോ, അല്ല. മുകളിൽ 2 താഴെ 3 ഉണ്ട്. 24 മിഡ് പോയിന്റ് ആണോ, അല്ല. മുകളിൽ 3 താഴെ 2 ഉണ്ട്. അപ്പൊ എന്താ ചെയ്യാ, ശ്രദ്ധിക്കണേ. സോ ഈവൻ ആകുമ്പോ, ഏതാകുമ്പോ, ഈവൻ ആകുമ്പോ ഷോർട്ട് കട്ട് മെത്തേഡിൽ നിങ്ങൾ എക്സാമിന് ഷോർട്ട് കട്ട് മാത്രം ചെയ്താൽ മതി, വേറെ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ഇല്ലെങ്കിൽ. സോ എന്ത് ചെയ്യാന്ന് വെച്ചാല് മിഡ് പോയിന്റിലെ 2 ഇയേഴ്സിന് എടുക്കുക, അതായത് മിഡിലെ 2 ഇയേഴ്സിന് എടുക്കുക. ഓക്കെ, മിഡ് പോയിന്റിലെ 2 ഇയേഴ്സിന് എടുക്കുക. ഈവൻ ആകുമ്പോഴുള്ള കാര്യം പറയുന്ന കേട്ടോ മക്കളെ, ഓഡ് ആകുമ്പോൾ ഇഷ്യൂ ഇല്ല, മിഡ് പോയിന്റ് എക്സാക്ട് ഉണ്ടാവും. ഓക്കെ, ഈവൻ ആകുമ്പോൾ മിഡിലെ 2 ഇയേഴ്സ് എടുക്കുക, മുകളിൽ 2 താഴെ 2 ആയില്ലേ, ഓക്കെ അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യാം, ഒന്നിന് നമുക്ക് സിഗ്മ എക്സിന് 0 ആക്കിയല്ലേ, ഒന്നിന് -1 എന്നും താഴെ +1 എന്നും കൊടുക്കുക. ഓക്കെ, -1 ഉം +1 ഉം 0 കൊടുക്കാൻ പറ്റില്ലല്ലോ ഇവിടെ. അതായത് 0 എന്ന് പറഞ്ഞാൽ ഇതിന്റെ മിഡിലാണ് വരിക. ഓക്കെ, ഞാൻ അങ്ങനെ കൂടുതൽ ഇൻഡെപ്തിലോട്ട് പോകുന്നില്ല, ഇങ്ങനെ ഈസി ആയിട്ട് മനസ്സിലാക്കിയാൽ മതി. 23 ഉം 24 ആണ് മിഡ്.
സോ 23 -1 കൊടുക്കുക, 24 +1 കൊടുക്കുക. ഇനി ഡീവിയേഷൻ കാണാം. ഡീവിയേഷൻ കാണുമ്പോൾ ശ്രദ്ധിക്കുക, അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഓക്കെ. സോ ഇത് -1, ഇത് +1, ഇവിടെയാണ് എന്ത് 0 അല്ലേ? -1 +1 സെന്ററിലാണ് 0 അല്ലേ മക്കളെ? അപ്പോൾ -1 ആദ്യം 0 എത്തണം, ദെൻ 0 1 എത്തണം. ഡിഫറൻസ് 2 ആണ് അല്ലേ? അതായത് ഇപ്പൊ 0 1 0 -1 1 ആണ് ഡിഫറൻസ് അല്ലേ? അല്ലേ മക്കളെ? പക്ഷേ -1 നിന്ന് +1 ദൂരം 2 ആണ് അല്ലേ? ആദ്യം -1 നിന്ന് 0 എത്തണം, 0 നിന്ന് +1 എത്തണം. സോ ഒരു കടമ്പ കടന്നു, രണ്ടാമത്തെ കടമ്പ കടന്നു, 2 തവണ ഡീവിയേഷൻ വരണം അല്ലേ? നല്ല -1 +1 എത്തുള്ളൂ. മനസ്സിലാക്കണേ, ഇമ്പോർട്ടന്റ് ആണ്. 2 ഡീവിയേഷൻസ് എടുക്കണം. കാരണം എന്താ? ഇവിടെ -1 +1 തമ്മിൽ ദൂരം 2 ആണ്. -1 0 1 ആണ്, 0 +1 1 ആണ്. പക്ഷെ -1 +1 2 ആണ്. കാരണം -1 ആദ്യം നമ്മൾ 0 എത്തണം, 0 +1. സോ ഡീവിയേഷൻ 2 ആണ് എടുക്കേണ്ടത്. അതിന്റെ ലോജിക് ആണ് ഇപ്പൊ പറഞ്ഞു കേട്ടോ മക്കളെ. അപ്പോ ഡീവിയേഷൻ 2, ഇപ്പൊ -1 +1 തമ്മിലുള്ളത് ഡീവിയേഷൻ 2 ആണ്. -1 0 0 +1 ഓക്കെ 2 ആണ്. അപ്പോ 2 ആണ് ഡീവിയേഷൻ എടുക്കേണ്ടത് എന്ന് പറയുമ്പോൾ ഇവിടെ -3 ആണ് വരിക, -2 അല്ല. കാരണം എന്താ? ഡീവിയേഷൻ -1 +1 തമ്മിലുള്ള ഡീവിയേഷൻ 2 ആണ്. അപ്പോ -3. ഇവിടെ എത്ര വരും മക്കളെ? -5 -7 -9 അങ്ങനെ പോകും. ഇവിടെയോ +3, ഇവിടെയോ +5 എന്ന് വരും. പറഞ്ഞ പോയിന്റ് ഓക്കെ ആണെന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. കാരണം ഇവിടെ എന്തുകൊണ്ടാണ് 2 ഡീവിയേഷൻ എടുക്കുന്നത്? -1 നിന്ന് 0 -1 നിന്ന് +1 ഡീവിയേഷൻ 2 ആണ്. അപ്പൊ ഇവിടെയും ഡീവിയേഷൻ 2 എടുക്കണം, മനസ്സിലാക്കി വെക്കാം. സോ ഇവിടെ നോക്കിയേ, -5 +5 വെട്ടിപ്പോയി, -3 +3 വെട്ടിപ്പോയി. ഇതെപ്പോഴാണ് നോക്കേണ്ടത്? ഈവൻ ഡാറ്റ ആവുമ്പോൾ. ഓഡ് ആവുമ്പോൾ ഇഷ്യൂ ഇല്ല കേട്ടോ മക്കളെ, ഓഡ് ആവുമ്പോൾ ഇഷ്യൂ ഇല്ല, ഈവൻ ആവുമ്പോഴാണ് ഇത് ശ്രദ്ധിക്കേണ്ടത്. സോ -5 +5 വെട്ടിപ്പോയി, -3 +3 വെട്ടിപ്പോയി, -1 +1 വെട്ടിപ്പോയി. ഒബ്ജക്റ്റീവ് കറക്റ്റ് ആയില്ലേ? σ(x) എന്തായി? 0 ആയി, മനസ്സിലാക്കി വെക്കാം. ദെൻ y സെയിം പോലെ തന്നെ 5 7 9 10 12 70 എത്ര വരും? 60 വരും. 5 + 7 + 9 + 10 + 12 + 17 എത്ര വരും മക്കളെ? 60 വരും. ദെൻ x² എടുക്കുക, -5ന്റെ സ്ക്വയർ 5 × 5 -5 × -5 25, മൈനസ് മൈനസും പ്ലസ്, -3 × -3 9, -1 × -1 1, 1 × 1 1, 3 × 3 9, 5 × 5 25. Then -5 × 5 -25, മൈനസും പ്ലസും മൈനസ്, -3 × 7 -21, -1 × 9 -9, പ്ലസ് അല്ലെ 1 × 10 10, 3 × 12 36, 5 × 70 80 അല്ലെ, 5 × 70 85. സോ കൂട്ടാം. സിഗ്മ എക്സ് ഓൾറെഡി കിട്ടി, 0 ആണ്. സിഗ്മ വൈയും 16 കിട്ടി. x² കൂട്ടാം, 25 + 9 + 1 + 1 + 9 + 25 എത്ര കിട്ടും മക്കളെ? 17 കിട്ടും. ദെൻ എങ്ങനെ ഇത് ചെയ്യാം? പോസിറ്റീവ് അത് ആഡ് ചെയ്യാം, ദെൻ നെഗറ്റീവ് കുറച്ചാൽ പോരെ. സോ എങ്ങനെ വരും? 10 + 36 + 85 -9 -21 -25 76 എന്ന് കിട്ടും. ഓക്കെ. സോ ഇനി ഈസി ആയിട്ട് എയും ബിയും കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ എന്താ? സിഗ്മ y/n. സിഗ്മ y 60, 60 ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഐറ്റം 6 അല്ലേ? എങ്ങനെയാ 6 കിട്ടിയ? നമ്പർ ഓഫ് ഐറ്റം 1 2 3 4 5 6 ആറായിട്ടില്ലേ അല്ലേ മക്കളെ? ആറായിട്ടുള്ളത്. സോ 60 ഡിവൈഡ് ബൈ 6 10 എന്ന് വരും. ബിയോ സിഗ്മ xy എത്രയാ? സിഗ്മ xy 76 അല്ലേ? സിഗ്മ xy 76. സിഗ്മ x² എത്രയാ? സിഗ്മ x² 70 അല്ലേ മക്കളെ? സോ 76 ഡിവൈഡ് ബൈ 70 എത്ര വരും? 1.0857 വരും. സോ എയും കിട്ടി, ബിയും കിട്ടി. y is equal to a plus bx. a 10, b 1.085x. മനസ്സിലായെന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. ദെൻ നമുക്ക് ഏതൊക്കെ വർഷത്തെയാണ് ഫോർകാസ്റ്റ് ചെയ്യേണ്ടത്? ഡയറക്റ്റ്ലി നമ്മൾ ഇതെല്ലാം ചെയ്തേ. 2027 2030 നമുക്ക് എന്ത് ചെയ്യണം? ഫോർകാസ്റ്റ് ചെയ്യണം. അപ്പോ ഇവിടെ ഡീവിയേഷൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ മക്കളെ, ശ്രദ്ധിക്കണേ, പറയാം. അതായത് 26 എത്രയായിരുന്നു? 26 5 അല്ലേ? +5 അല്ലേ? ശ്രദ്ധിക്കണേ, 26 +5 ആയിരുന്നു. അപ്പൊ 27 എത്രയായിരിക്കും? +7 അല്ലേ? ഡീവിയേഷൻ 2 അല്ലേ? 28 + 9, 29 + 11, 30 + 13 അല്ലേ മക്കളെ? ഡീവിയേഷൻസ് 2 അല്ലേ വരിക?
26 നമുക്കറിയാം +5 ആണ്. അപ്പൊ 27 +7 ആയിരിക്കില്ലേ? 28 +9 ആയിരിക്കും. 29 +11 ആയിരിക്കും. ദെൻ 30 +13 ആയിരിക്കും. നമുക്ക് ഏതൊക്കെ വേണ്ടേ? 27ഉം 30യും. 27 +7 ആയിരിക്കും അല്ലേ? 30 +13 ആയിരിക്കും. മനസ്സിലാക്കി വെക്കണേ. യെസ്. സോ എക്സും കിട്ടി. ഡീവിയേഷൻ ഫ്രം ദി ഇയർ ഓഫ് ഒറിജിൻ. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി ഇനി. സോ 10 പ്ലസ് അല്ലേ? 10 പ്ലസ് 1.0857 അല്ലേ? സോ 1.0857 ഇൻറ്റു 7 പ്ലസ് 10 എത്ര വരും? 17.59 എന്ന് പറഞ്ഞാൽ 17.60 സംതിങ് വരും. ദെൻ 1.0857 ഇൻറ്റു 13 പ്ലസ് 10 24.11. ഷോർട്ട് കട്ടിലല്ലേ ഇത് അല്ലേ മക്കളെ? നിങ്ങൾ നാല് ചൂക്കി നേരത്തെ നമുക്ക് ഇതല്ലേ കിട്ടിയത്? 17.595 24.105 ഇതിൽ നമുക്ക് എപ്പോഴും കിട്ടിയേ. ചെറിയ ഡിഫറൻസ് വരും, അതാ റൗണ്ട് ഓഫിന്റെ ഇഷ്യൂ ആണ് കേട്ടോ. 70.5ഉം 24.11. ഓക്കെ, ഏകദേശം സെയിം ആണ്. ഇതാണ് ഡയറക്റ്റ് മെത്തേഡും ഷോർട്ട് കട്ടും. ഓക്കെ അല്ലേ? സോ ഇത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഡയറക്റ്റ് മെത്തേഡില് നിങ്ങൾ ഓഡ് ആണോ ഈവൻ ആണോ നോക്കേണ്ട ആവശ്യം ഇല്ല. പക്ഷേ ഷോർട്ട് കട്ട് മെത്തേഡിൽ എന്ത് നോക്കണം? ഓഡ് ആണോ ഈവൻ ആണോ നോക്കണം. റീസൺ എന്താ? അല്ലെ, ഷോർട്ട് കട്ട് മെത്തേഡിൽ സിഗ്മ എക്സിന് 0 ആക്കണം. അപ്പൊ ഓഡ് ആകുമ്പോൾ എക്സാക്ട് എന്തുണ്ടാവും? മിഡ് പോയിന്റ് ഉണ്ടാവും. 0, -1, -2, +1, +2 അങ്ങനെ പോവാം. പക്ഷെ ഈവൻ ആവുമ്പോൾ അത് പറ്റില്ല. അപ്പൊ എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു. പറ, എന്താ ചെയ്യേണ്ടത്? മിഡിലെ 2 ഐറ്റംസ് എടുക്കുക, -1ഉം +1ഉം കൊടുക്കുക. അപ്പൊ ഡീവിയേഷൻ 2 ആണ്. 2 മുകളിലോട്ടും 2 താഴത്തോട്ടും. മനസ്സിലായെന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. ഷോർട്ട് കട്ടിന്റെ ഇമ്പോർട്ടൻസ് എന്താ മക്കളെ? ഈസിയാണ്. നമുക്ക് വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല. എയും ബിയും ഡയറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. എ സി ഈക്വൽ ടു σy/n ഉം ബി സി ഈക്വൽ ടു σxy σx². സോ ഇതും ഓക്കെ ആണെന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. ഓക്കെ, ഓഡും ഈവനും ഡയറക്റ്റിലും ചെയ്തു, ഇൻഡയറക്റ്റും ചെയ്തു. ആൻസർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ. സോ നമുക്ക് ഈ ഒരു ഡിമാൻഡ് ഫോർകാസ്റ്റിംഗിൽ ലാസ്റ്റ് വരുന്ന ടോപ്പിക്കാണ്. ഒരു സ്പെഷ്യൽ കേസ് ആണ് മക്കളെ. ഇതാണ് നോർമലി ഇപ്പോൾ എക്സാമിന് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു കേസ്. സ്പെഷ്യൽ കേസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഇപ്പൊ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിലൊക്കെ മക്കളെ ഇവിടെ നോക്കിയേ. നേരത്തെ ചെയ്ത പ്രോബ്ലത്തിലൊക്കെ നമുക്ക് ഇയേഴ്സിൽ ഗ്യാപ്പ് വന്നിരുന്നില്ല എന്ന് പറഞ്ഞാൽ 20, 21, 22, 23, 24, 25, 26 അല്ലേ? കറക്റ്റ് സീക്വൻഷ്യൽ ഓർഡർ ആയിരുന്നു. അല്ലാതെ 20 കഴിഞ്ഞിട്ട് 25 വന്നില്ല. ഓക്കെ, കറക്റ്റ് 21, 22, 23 അല്ലേ? കറക്റ്റ് സീക്വൻഷ്യൽ ഓർഡറിലായിരുന്നു ഇയേഴ്സ് അല്ലേ? നമ്മൾ നേരത്തെ ഓഡ് ആണെങ്കിലും ഈവൻ ആണെങ്കിലും ഈവന് നോക്കിയേ 21, 22, 23, 24, 25, 26 ഇയേഴ്സിൽ ഗ്യാപ്പ് ഇല്ല. അത് 21 കഴിഞ്ഞ് 23 അല്ല, 22, 23, 24 ആണ്. ഇയേഴ്സിലെ ഗ്യാപ്പ് വരുന്നില്ല. ഇനി ആര് വരും? ഇയേഴ്സിലെ ഗ്യാപ്പ് വരും. ഓക്കെ, ആര് വരും മക്കളെ? ഇയേഴ്സിലെ ഗ്യാപ്പ്. ഓക്കെ, സോ സ്പെഷ്യൽ കേസ് ആണ്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. നോട്ട് ചെയ്ത് വെച്ചോ, എക്സാമിന് ചോദിക്കും കേട്ടോ. ഇമ്പോർട്ടന്റ്. ഓക്കെ, സ്പെഷ്യൽ കേസ് ഗ്യാപ്പ് ഇൻ ഇയേഴ്സ്. ഇയേഴ്സിൽ എന്ത് വരികയാണ്? ഗ്യാപ്പ് വരികയാണ്. ഇയേഴ്സിൽ ഗ്യാപ്പ് വരുമ്പോൾ ഏറ്റവും നല്ലത്, ഓക്കെ ശ്രദ്ധിക്കണേ, 1 മിനിറ്റ്. ഓക്കെ, സോ ഇയേഴ്സിൽ ഗ്യാപ്പ് വരുമ്പോൾ ഏറ്റവും നല്ലത് ഡയറക്റ്റ് മെത്തേഡ് യൂസ് ചെയ്യാണ്. കാരണം ഷോർട്ട് കട്ടിൽ നമുക്ക് സിഗ്മാക്സിന് 0 ആക്കാൻ പറ്റില്ല. സിഗ്മാക്സിന് 0 ആക്കാൻ വേണമെങ്കിൽ, പക്ഷെ അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആവും. അപ്പൊ ഏറ്റവും നല്ലത് സ്പെഷ്യൽ കേസ് ഗ്യാപ്പ് ഇൻ ഇയേഴ്സ് ആണെങ്കിൽ നിങ്ങൾ എന്ത് യൂസ് ചെയ്യുക? ഡയറക്റ്റ് മെത്തേഡ് യൂസ് ചെയ്യുക. അതാണ് ഏറ്റവും നല്ലത് കേട്ടോ മക്കളെ. ഡയറക്റ്റ് മെത്തേഡ് യൂസ് ചെയ്യുക. വേണമെങ്കിൽ ഷോർട്ട് കട്ടിൽ ചെയ്യാം, പക്ഷെ അത് ഷോർട്ട് കട്ട് ആവില്ല, കുറച്ചുകൂടെ കോംപ്ലിക്കേഷൻസ് കൂടും. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കണേ, ഇയർ ഉണ്ട്, സെയിൽ ഉണ്ട്. ഇയർ നോക്കുക കേട്ടോ. ഇയറിന് പ്രശ്നമുണ്ട്. 16, 17, 18 ഇല്ല അല്ലെ? നേരത്തെ 18, 19 സംതിങ് ആയിരുന്നു. 16, 17, 18 ഇല്ല. 19, 20 ഇല്ല. 21, 22 ഇതാണ് സ്പെഷ്യൽ കേസ്. എന്ത്? ഗ്യാപ്പ് ഇൻ ഇയേഴ്സ്. ഇയേഴ്സിൽ ഗ്യാപ്പ് വരിക. സോ 26, 27 കഴിഞ്ഞാൽ 2016, 2017 17 കഴിഞ്ഞാൽ പിന്നെ 19 ആണ്, 18 ഇല്ല. 19 കഴിഞ്ഞാൽ 21 ആണ്, 20 ഇല്ല. ദെൻ 22 മനസ്സിലാക്കുക. സെയിൽസ് ഗിവൺ ആണ് 36, 40, 50, 56 ആൻഡ് 60. മനസ്സിലാക്കണേ. സോ ഇവിടെ ഏറ്റവും നല്ല ഏത് യൂസ് ചെയ്യണം മക്കളെ? ഡയറക്റ്റ് മെത്തേഡ് യൂസ് ചെയ്യാണ്. എന്ത് യൂസ് ചെയ്യാണ്ട? ഷോർട്ട് കട്ട് യൂസ് ചെയ്താൽ കോംപ്ലിക്കേഷൻസ് കൂടും. കാരണം സിഗ്മ എക്സിനെ നിങ്ങൾക്ക് 0 ആക്കാൻ പറ്റൂല. ഓക്കെ, ചെയ്യാൻ പറ്റും, കോംപ്ലിക്കേഷൻസ് വരും. ഡയറക്റ്റ് മെത്തേഡ് യൂസ് ചെയ്യാം. യെസ്. സോ ഡയറക്റ്റ് മെത്തേഡ് ആകുമ്പോൾ നമുക്ക് 2 കേസ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിന് ഇയർ ഓഫ് ഒറിജിൻ ആക്കി എടുക്കാം, അല്ലെങ്കിൽ ഫസ്റ്റ് ഇയറിന്റെ പ്രീവിയസ് ഇയറിന് ഇയർ ഓഫ് ഒറിജിൻ ആക്കി എടുക്കാം. ഞാൻ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് ഇയറിന് എടുക്കുന്നു കേട്ടോ. എങ്ങനെയും ചെയ്യാം, എൻഡ് ആൻസർ സെയിം ആയിരിക്കും.
സോ 2016 ഇയർ ഓഫ് ഒറിജിൻ ആക്കി എടുക്കുന്നു. സോ 2016 ഇയർ ഓഫ് ഒറിജിൻ ആക്കി എടുക്കുന്നു. സോ കോളംസ് ഏതൊക്കെയാണ്? ഇയർ, എക്സ്. എക്സ് എന്താണ്? ഡീവിയേഷൻ ഫ്രം ദി ഇയർ ഓഫ് ഒറിജിൻ. വൈ എക്സ് സ്ക്വയർ എക്സ് വൈ. ഇയർ പറഞ്ഞേ 16 മുതൽ അല്ലേ? 16, 17, 19, 21, 22. ഓക്കെ അല്ലേ? ആദ്യം എക്സ് കാണാം. 2016 അല്ലേ മക്കളെ? അപ്പോൾ 2016 to 16 0. 2016 to 17 1. 2016 to 19 ആണ്. 18 ഇല്ലല്ലോ. 18 2 വരും. 19 3 അല്ലേ? മനസ്സിലാക്കണേ. അല്ലാതെ ഇവിടെ 2 എഴുതരുത് കേട്ടോ മക്കളെ. ഡീവിയേഷൻ ഫ്രം ദി ഇയർ ഓഫ് ഒറിജിൻ. സോ 2016 ആണ്. അപ്പൊ 16 to 19 3 അല്ലേ വരിക? ഓക്കെ, മനസ്സിലാക്കി വെക്കണേ. ദെൻ 2024 വരും. പക്ഷെ 20 ഇല്ല. 2021 ആണ്. എത്രയാ വരിക? 5 വരിക എന്ന് പറയുമ്പോൾ 17, 18, 19, 20, 21 5. ദെൻ 22 6 വരും. ഓക്കെ, y ഗിവൺ ആണ് 36, 40, 50, 56, 60. എക്സ് സ്ക്വയർ കാണാം 0, 1, 3 into 3 9, 5 into 5 25, 6 into 6 36. എക്സ് വൈ കാണാം 0 into 36 0, 1 into 40 40, 3 into 50 150, 5 into 56 എത്രയാ? 280, 6 into 60 360. ഓക്കെ ആണെന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. ടോട്ടൽ ചെയ്യാം. സോ സിഗ്മ എക്സ് 1 plus 3 plus 5 plus 6 15, 36 plus 40 plus 50 plus 56 plus 60 242. Then 1 plus 9 1 plus 9 plus 25 plus 36 71. 40 plus 150 plus 280 plus 360. 40 plus 150 plus 280 plus 360 830. Okay അല്ലേ? So equation, regression equation y on x, y is equal to a plus bx. That is compute a and b. a and b നമുക്ക് a is equal to b is equal to ചെയ്യാൻ പറ്റില്ല. ഷോർട്ട് കട്ട് അല്ല, ഡയറക്റ്റ് അല്ലേ? സിഗ്മ y is equal to na plus b sigma x. സിഗ്മ x y is equal to a sigma x plus b sigma x square. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എങ്ങനെയാ? സോ സിഗ്മ y 242 is equal to എത്ര ആയിട്ടുണ്ട്? 5 ആയിട്ടല്ലേ? 1 2 3 4 5 5 ആയിട്ടോ. സോ 5 a plus then sigma x 15 15b. Then sigma xy 830. 830 is equal to sigma x 15 15a plus sigma x square 671b. ഓക്കെ, സോ ഇനി എന്ത് കാണാം? ഈക്വൽ അല്ല, ഈക്വൽ ആക്കുക. കോമൺ ഫാക്ടർ കാണാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന് 0 ആക്കണം. വലുത് 15 ഡിവൈഡ് ബൈ 5. ഓക്കെ, 15 ഡിവൈഡ് ബൈ 5 3 എന്ന് വരും. ചെറിയ ഇക്വേഷൻ വെച്ച് ഇൻഡ് ചെയ്യുക. ഇത് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് ഓൾറെഡി ചെയ്ത കാര്യങ്ങളാണേ, അതുകൊണ്ടാണ് കേട്ടോ മക്കളെ. സോ 242 അല്ലേ? ചെറിയ ഇക്വേഷനെ 3 വെച്ച് ഇൻഡു ചെയ്യുക. സോ 242 into 3 726. 5 into 3 15a. 242 സോറി 15 into 3 45b. സെക്കൻഡ് ഇക്വേഷൻ അതേപോലെ എടുത്ത് എഴുതാം. 830 15a 71b. ഓക്കെ, സോ വലുതെന്ന് ചെറുത് കുറയ്ക്കുക. 2 minus 1. സോ 830 minus 726 104 0 ആയി പോയി. 71 minus 45 26b. That is b is equal to ഈ 26 അങ്ങോട്ട് കൊണ്ടുവരിക. സോ ഡിവൈഡ് ബൈ 26 എത്ര വരും മക്കളെ? 4 എന്ന് വരും. സോ b is equal to 4. a കിട്ടാൻ ചെയ്താൽ മതി. ഏതെങ്കിലും ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ഇക്വേഷൻ എടുക്കുന്നു. എങ്ങനെയാ? 242 is equal to 5a plus 15b. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. സോ 15 into 4 അല്ലേ? 60 വരും അല്ലേ മക്കളെ? 60 plus 15 സോറി 15 അല്ല 5a ആണല്ലോ. സോറി. സോ എത്ര വരുന്നത്? 15 into 4 60. 60 minus 242 182. 182 ഡിവൈഡ് ബൈ 5 വരും. ഓക്കെ, 36.4 എന്ന് വരും. ഓക്കെ, 182 ഡിവൈഡ് ബൈ 5 36.4 എന്ന് വരും. എ. സോ ബിയും കിട്ടി, എയും കിട്ടി. സോ y is equal to എന്താ? a plus bx. a 36.4 ആണ്, b 4 ആണ്. ഓക്കെ, ഇനി നമുക്ക് 2018ലെയും 2026ലെയും ഡിമാൻഡിനെ ഫോർകാസ്റ്റ് ചെയ്യണം എന്ന് വിചാരിക്കുക. 2018ലെയും 2026ലെയും ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യണം. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി. 2018 വരിക നോക്കി. 2017 കഴിഞ്ഞിട്ടല്ലേ 2018? ഇവിടെ നോക്കി, 2017 കഴിഞ്ഞിട്ടല്ലേ 2018? 2017 1 ആണെങ്കിൽ 2018 2 അല്ലേ? 19 3 അല്ലേ മക്കളെ? 2018 2 അല്ലേ? അല്ലെങ്കിൽ 16 അല്ലേ ഇയർ ഓഫ് ഒറിജിൻ? 17 18 രണ്ട് ഡീവിയേഷൻസ് വരും. സോ 2. ഇനി 2000 എന്തും വേണം? 26 വേണം. 2026. അപ്പൊ നാലിച്ചു എത്ര വരും 2026 ആകുമ്പോൾ?
2016 0. 2026 ഒബ്വിയസ്ലി 10 ആയിരിക്കും. അല്ലെങ്കിൽ ഇവിടെ നോക്ക് 2022 6 അല്ലേ, 2022 6, 23 7, 24 8, 25 9, 26 10 എന്ന് വരും. മനസ്സിലാക്കുക കേട്ടോ. ഈ കൺഫ്യൂഷൻ വരുന്നവർ ഇങ്ങനെ എഴുതിയെടുത്താൽ മതി. 22 6 ആണെങ്കിൽ 23 7, 24 8, 25 9, 26 10. ഓക്കെ, ഇപ്പൊ 26 എത്രയാണ്? 10 അല്ലേ ഡീവിയേഷൻ ഫ്രം ഇയർ ഓഫ് ഒറിജിൻ എന്ന് പറഞ്ഞാൽ 16 to 26 10 അല്ലേ ഡീവിയേഷൻ, അങ്ങനെയും മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, സോ ചെയ്ത് നോക്കിയേ. 4 into 2 plus 36.4, 44.4 എന്ന് വരും. Then 4 into 10 plus 36.4, 76.4 എന്ന് വരും. ഓക്കെ, സോ ഇതാണ് സ്പെഷ്യൽ കേസ് എന്ന് പറയുന്നത്. സ്പെഷ്യൽ കേസ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഗ്യാപ്പ് ഇൻ ഇയേഴ്സ്. ഇയേഴ്സിൽ എന്ത് വരും? ഗ്യാപ്പ് വരും. അവിടെ ഏറ്റവും നല്ലത് ഏത് യൂസ് ചെയ്യാണ്? ഡയറക്റ്റ് മെത്തേഡ് യൂസ് ചെയ്യാണ്. ഷോർട്ട് കട്ട് ഭയങ്കര കോംപ്ലിക്കേഷൻസ് വരും, അപ്പൊ അത് യൂസ് ചെയ്യേണ്ട. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോ റീസെന്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു കേസ് ആണ് ഇത്. ഓക്കെ, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗിൽ മനസ്സിലാക്കി വെക്കാം. സോ ഇത്രയും പഠിച്ചാൽ മതി ഈസി ആയിട്ട്. ഓക്കെ, ഡാറ്റ മാത്രമേ മാറുള്ളൂ, ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. ഇത്രയും പഠിച്ചാൽ നമുക്ക് 7 മാർക്ക് ഷുവർ ആക്കാം കേട്ടോ. മനസ്സിലാക്കി വെക്കാം. സോ ഈ ഒരു ഡിമാൻഡ് ഫോർകാസ്റ്റിംഗിലെ റിഗ്രഷനും ടൈം സീരീസും ഓക്കെ ആണെന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. ഓക്കെ.